6ാമത്തെ സെഷനായിട്ട് ഇന്ന് സന്ധ്യാസമയം കടന്നു വരുവാൻ ദൈവം ഒരിക്കൽ നല്ല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാറ്റമില്ലാത്ത ദൈവശബ്ദം നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ദൈവത്തിൻ്റെ വചനം നമ്മെ ബലപ്പെടുത്തി, നമ്മെ ആശ്വസിപ്പിച്ചു. സ്തോത്രം. നമ്മുടെ ജീവിതത്തെ സ്തോത്രം ഹല്ലേലൂയ ശോധന ചെയ്യുവാനായിട്ട്, ഹല്ലേലൂയ ക്രമീകരണം പ്രാപിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചൊക്കെ കർത്താവിൻ്റെ ദാസന്മാരുടെ ദൂതുകളായിട്ട് നമുക്ക് ശ്രവിപ്പാനായിട്ട് നമുക്ക് ഇടയായല്ലോ. സ്തോത്രം. ഇന്ന് സന്ധ്യാസമയം നമുക്ക് വളരെ പ്രാർത്ഥനയുടെ ആയിരിക്കാം. നമ്മുടെ മീറ്റിങ്ങിന് 8:30 വരെയാണല്ലോ സമയം. പരിമിതമായ സമയം നമ്മുടെ മുമ്പിലുള്ളതാകയാൽ കൂടുതലായിട്ടൊന്നും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. തുടർന്നുള്ള സമയത്ത് ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എ കെ തമ്പിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഇരുന്നുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ബഹുമാന്യരായ പാസ്റ്റർമാർക്കും മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും കർത്താവിൻ്റെ നാമത്തിൽ സന്ധ്യാവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് പകല് നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം അവസരം തന്നു. രാത്രിയിലും ദൈവം അവസരം തന്നിരിക്കുകയാണ്. നാം ഇവിടെ വന്നത് ഒരു കാഴ്ച കണ്ടു പോകാനല്ല, ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ ആരാധിച്ച് കൃപ പ്രാപിപ്പാവുന്നതാണ്. കഴിഞ്ഞ യുഗങ്ങളിലും വരുവാൻ പോകുന്ന യുഗങ്ങളിലും കൃപയുണ്ട്. കൃപയാലല്ലാതെ ആർക്കും വിശ്വാസത്തിൽ വരാൻ കഴിയുകയില്ല. മനസാക്ഷി യുഗത്തിൽ നോഹയ്ക്ക് കൃപ ലഭിച്ചതായി നാം വായിക്കും. രക്ഷയുള്ള ബന്ധത്തിൽ ആദാം മുതൽ ന്യായപ്രമാണം മോശയുടെ കാലത്ത് കൊടുത്തത് വരെയുള്ള കാലയളവിനാണ് മനസാക്ഷി യുഗം എന്ന് പറയുന്നത്. അന്ന് കൃപയുണ്ടായിരുന്നു. ന്യായപ്രമാണം കൊടുത്തത് മുതൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം വരെയാണ് രക്ഷയുള്ള ബന്ധത്തിൽ ന്യായപ്രമാണ യുഗം. മോശയ്ക്ക് കൃപ ലഭിച്ചതായി നമുക്ക് തിരുവെഴുത്തിൽ വായിക്കാൻ കഴിയും. ആ യുഗത്തിലും കൃപയുണ്ടായിരുന്നു. കർത്താവിൻ്റെ ക്രൂശ് മരണം മുതൽ യേശു മേഘത്തിൽ വന്ന് സഭയെ ചേർക്കുന്നത് വരെയുള്ള കാലയളവാണ് കൃപായുഗം. ദൈവസഭയെ മുടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. എന്നാ പൗലോസ് പറയുന്നു, ഞാനാകുന്നത് കൃപയാലാകുന്നു. ആമേൻ. ദമസ്കോസ് സമീപത്ത് വെച്ച് യേശുവിനെ കണ്ടെത്തിയപ്പോൾ പൗലോസ് പുതിയ മനുഷ്യനായി. അപ്പോൾ പഠിച്ചതൊക്കെ പ്രയോജനമായി. ദൈവകൃപ ഒരു മനുഷ്യന് ലഭിക്കുന്നില്ലെങ്കിൽ പഠനം കൊണ്ടൊരു കാര്യവും ഇല്ല. ഇന്ന് നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നത് കൃപ പ്രാപിപ്പാനാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കൃപ പ്രാപിപ്പാൻ? കരങ്ങളടിച്ച ദൈവത്തെ സ്തുതിച്ചാട്ടെ. അന്ധകാര വ്യാപാരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കും. അക്ഷ വല്ല ധുക്ക ഹംദ രംഗ ടാന ബഹുദ വാര ഗ്ലോറി ഹല്ലേലൂയ രക്ഷവാരി രക്ഷണ സിംഗ. തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. മലാക്കിയുടെ പ്രവചനം 1-ാം അധ്യായം 14-ാം വാക്യം. ചില വേദഭാഗങ്ങൾ ഒന്ന് വായിച്ച് സഹായിക്കണം. അധിക നേരം പ്രസംഗിക്കാനില്ല. നിങ്ങൾ വായിച്ചാൽ ഞാൻ പ്രസംഗിക്കാം. ായി പിറന്നവൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. പിറക്കുന്നതിന് മുന്നമേ അവൻ മഹാരാജാവാണ്. മഹാരാജാവ് ഇന്ന് രാത്രി ഇവിടെ എഴുന്നള്ളി വന്നിട്ട് ആ രാജാവിൻ്റെ മക്കള് ഇങ്ങനെ ഇരുന്നാൽ ശരിയാകത്തില്ല. ഒന്ന് ഉണരണം. നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നപ്പോൾ തിരുവനന്തപുരത്തുള്ള BJP-ക്കാരെ വായ പൂട്ടിയിരിക്കുകയല്ലായിരുന്നു. നമ്മുടെ രാജാവ് കൂടെ വന്നിട്ടുണ്ട്. എത്ര പേര് രാജാവിനെ അന്ന് രാത്രി കാണുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം വായിക്കുന്നു 103-ാം സങ്കീർത്തനം 19-ാം വാക്യം. പെട്ടെന്ന് വായിച്ചു. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവൻ്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. ദൈവം തൻ്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ വെച്ചിരിക്കുകയാണ്. അത് ഈ ഭൂമിയിലെങ്ങും അല്ല വെച്ചത്, സ്വർഗത്തിലാണ്. യഹോവയുടെ രാജ്യത്വം സകലത്തെ ഭരിക്കുന്നു. ദൈവം ഏകനായി എല്ലാം ചെയ്യുവാൻ ശക്തനാണെങ്കിലും ദൈവം ഏകനായി എല്ലാം ചെയ്യാതെ തൻ്റെ സൃഷ്ടികളെ കൊണ്ട് ഓരോ പ്രവൃത്തികൾ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ.
ഈ ലോകത്തിലുള്ള എല്ലാവരോടും സുവിശേഷം അറിയിക്കുവാൻ ദൈവത്തിന് 1 മിനിറ്റ് മതിയായിരുന്നു. 1 മിനിറ്റ് വേണ്ടല്ലോ, ഒറ്റ സെക്കൻഡ് കൊണ്ട് ഈ വിവരം അറിയിക്കാനായിട്ട് ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഹൃദയത്തിൽ അങ്ങ് പ്രകാശിപ്പിച്ചു കൊടുത്താൽ പോരെ, പെട്ടെന്ന് കഴിയും. പക്ഷേ ദൈവം അങ്ങനെ ചെയ്യാതെ നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ് ആ ശുശ്രൂഷ. യഹോവയുടെ രാജ്യത്തിൽ സകലത്തെയും ഭരിക്കുന്നു, സകലത്തിന്മേലും അധികാരമുള്ളവനാണ് നമ്മുടെ ദൈവം. രാജാക്കന്മാരെ ആക്കുകയും നീക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ദൈവമാണെന്നാണ് ബൈബിൾ പറയുന്നത്. മര്യാദയ്ക്ക് ഭരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തെ നീക്കിയിട്ട് ദൈവം വേറെ ആളെ വയ്ക്കും. അപ്പോൾ ചോദിക്കും, നീക്കപ്പെട്ട ആളെ മര്യാദയ്ക്ക് ഭരിക്കാത്തത് കൊണ്ടാണോ? അത് ദൈവം പറയും അതിൻ്റെ മറുപടി, ഞാനിപ്പോൾ പറയുന്നില്ല. യോഗത്തിൽ ദൈവം കൊണ്ടുവന്നിരുത്തിയിട്ട് സ്വോത്രം പറയാതിരുന്നാൽ നിന്നെ എടുത്തു പൊക്കി മാറ്റിയിട്ട് ഒരു ഹിന്ദുവിനെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയിട്ട് ഹല്ലേലൂയ ഉറപ്പിക്കും ദൈവം. അതുകൊണ്ട് കൃപയാൽ എനിക്ക് ഈ അവസരം ലഭിച്ചല്ലോ എന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിച്ചു. ഞാൻ സ്തുതിച്ചാൽ എനിക്കേ ഗുണമുള്ളൂ, നിങ്ങൾക്കാർക്കും ഗുണമില്ല. ഹല്ലേലൂയ. ഗുണം വരാനുള്ള ഏക വഴി അതരം തുറന്ന് ദൈവത്തെ സ്തുതിക്കുക. ദാനിയേൽ 4:17 അത്യുന്നതനായ ഒരു മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് ജീവനോടിരിക്കുന്നവരൊക്കെയും അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയുമാകുന്നു. ഭൂലോക ചക്രവർത്തിയെ നെബൂഖദ്നേസറിനെ കാളയെപ്പോലെ പുല്ലുതീറ്റിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ ദൈവം വിധിച്ചു തൻ്റെ ദാസന്മാരെ കൊണ്ട്. സ്തോത്രം. ദൂതന്മാരുടെ നിർണയമാണ്, ദൂതന്മാരെ കൊണ്ടാണ് ആ വിധി എഴുതിച്ചത്. കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയുമാകുന്നു നാം വായിക്കുന്നു. ആമേൻ, ആമേൻ. എത്ര വലിയ പുള്ളിയെയും ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കാതെ നെളിച്ചാൽ പുല്ല് തീറ്റിക്കാൻ നമ്മുടെ ദൈവം ശക്തനാണ്. സർവത്തിന്മേലും അധികാരമുള്ള ദൈവത്തെ നമുക്ക് അപ്പനായി ലഭിച്ചതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹിന്ദു മതത്തിൽ ദൈവം സൃഷ്ടിസ്ഥിതി സംഹാരമാണ്. ഇസ്ലാം മതത്തിൽ ദൈവം പടച്ചവനാണ്, അല്ലാഹ്. ബുദ്ധമതത്തിൽ ജൈനമതത്തിൽ ദൈവം തീയാണ്. യഹൂദമതത്തിൽ ദൈവം യഹോവയാണ്, സ്വയംഭൂ. ക്രിസ്തു മതമല്ല, ക്രിസ്തു മാർഗമാണ്. ഇതിൽ ദൈവം സ്വയംഭൂവായിട്ടല്ല, അതിനേക്കാൾ ഉപരിയായി ഈ ദൈവം നമുക്ക് അപ്പനാണ്. ഈ അപ്പനിൽ നിന്ന് ജനിച്ചതുകൊണ്ട് നമ്മളെല്ലാവരും രാജാക്കന്മാരാണെന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന രക്ഷിക്കപ്പെട്ട എല്ലാവരും രാജാക്കന്മാരാണ്. ഭരണം കിട്ടിയിട്ടില്ല, ഭരണം കിട്ടാൻ പോകുക അധികം വൈകാതെ. തിരുവനന്തപുരം ആർക്ക് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടത് ആരാണോ അവർക്ക് തിരുവനന്തപുരം കിട്ടും. അന്ന് ചിലരൊക്കെ ഈ ചോട്ടാ സെക്രട്ടറി ആയിട്ട് പേനെ പിടിച്ചുകൊണ്ട് നടക്കുന്നത് കാണാം. ഇന്നത്തെ ഭാഷയിൽ ചിന്തിച്ച അതൊക്കെ സഭായം മുടക്കി കല്യാണത്തിന് പോയിട്ട് പിന്നെ ശുദ്ധീകരണം പ്രാപിച്ച് അങ്ങ് പോയതാ സ്വർഗത്തിൽ. കർത്താവിന് വേണ്ടി വിശ്വസതയോടെ സേവനം ചെയ്തവരെ കർത്താവ് വലിയ വലിയ സ്ഥാനത്താക്കും. ഇന്നത്തെ സ്ഥാനങ്ങളൊക്കെ ഉന്നക്കേടം ചെയ്തിരിക്കുന്ന കസേരകൾ പോലെ ഇന്നത്തെ മന്ത്രിമാർ എന്നാണ് ഉരുണ്ട് താഴെ വീണെന്ന് അറിഞ്ഞുകൂടാ. രാത്രി മന്ത്രിയായി കണ്ട നേരെ വിളിക്കുമ്പോൾ വെച്ചു എന്നായിരിക്കും ചിലപ്പോൾ അറിയാം. അത്രയേ ഉള്ളൂ ഇന്നത്തെ ഭരണകൂടങ്ങളെല്ലാം. പക്ഷേ ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്ത് സ്ഥാപിക്കും. അത് വേറെ ഒരു ജാതിക്കും ഏൽപ്പിക്കപ്പെടുകയില്ല. അവൻ്റെ പിതാക്കന്മാർക്ക് പകരം അവരുടെ പുത്രന്മാരിരിക്കുമെന്ന് 45 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ യേശുക്രിസ്തുവിന്റെ പിതാക്കന്മാർ യെരൂശലേം കേന്ദ്രമാക്കി ഭരിച്ച ദാവീദ് രാജാവ് മുതൽ സിദെക്കിയാവ് വരെയുള്ള രാജാക്കന്മാരാണ് അവൻ്റെ പിതാക്കന്മാർ. അതിനു പകരം അവൻ്റെ പുത്രന്മാരാരാ? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്നുള്ള തിരുവെഴുത്തിന് പ്രകാരം അവൻ്റെ മക്കളായ നാം പിതാക്കന്മാർക്ക് പകരമിരിക്കും. സർവഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കുമെന്നുള്ള പ്രവചനം നിറവേറാൻ പോകുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് പെന്തക്കോസുകാരും MLA ആകണ്ട, MP ആകണ്ട, നമുക്ക് ഈ ലോക രാഷ്ട്രീയം വേണ്ട. ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്തിട്ട് പ്രാർത്ഥിച്ചോ. നമ്മുടെ രാജ്യം വരുന്നതേ ഉള്ളൂ, ദൈവരാജ്യം. ഇതൊക്കെ സമ്മിശ്ര ലോകബിംബം പോലെ തകർന്നു പോകുന്ന രാജ്യങ്ങളാണ്, സാമ്രാജ്യങ്ങളാണ്. പക്ഷേ കൈതൊടാതെ വന്ന ശിലാ സാമ്രാജ്യം ലോകത്തിൽ സ്ഥാപിക്കപ്പെടാറായി. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആ രാജ്യത്തിന് വേണ്ടിയാണ് ദൈവമക്കളായി നമ്മൾ കാത്തിരിക്കുന്ന മശിഹാ രാജ്യം. ദൈവത്തിൻ്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അപ്പോൾ സ്വർഗത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ദൈവ സിംഹാസനം ഇട്ടിരിക്കുകയാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യം ഒന്ന് വായിച്ചേ. ഞാനോ നിങ്ങളോട് പറയുന്നത് അശേഷം സത്യം ചെയ്യരുത്,
സ്വർഗത്തെ കൊണ്ടരുത്, അത് ദൈവത്തിൻ്റെ സിംഹാസനം. ഇവിടെ എഴുതിയിരിക്കുന്നത് സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനമാണെന്നാണ്. സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനമാണെങ്കിൽ പിന്നെ സ്വർഗത്തിൽ വേറെ സ്ഥലമുണ്ടോ? പക്ഷേ 103 സങ്കീർത്തനം 19 വാക്യത്തിൽ വായിച്ചത് സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനമാണെന്നല്ല, ദൈവം തൻ്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനമാണെന്നും വാക്യമുണ്ട്, സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനമാണെന്നും വാക്യമുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനമാണെന്ന് പറഞ്ഞാൽ ദൈവം സർവ്വവ്യാപിയാകയാൽ സ്വർഗത്തിൽ മൊത്തം ദൈവമുണ്ട്. പക്ഷേ ദൈവം ഒരു വ്യക്തിയാകയാൽ സ്വർഗത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് സിംഹാസനമിട്ട് ഇരിക്കുകയാണ്. ആ സിംഹാസനം വരെ പോകാനുള്ളവരാ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളായ നമ്മൾ. ഇവർക്ക് സന്തോഷമുണ്ട്. ദൈവത്തെ കാണാതെ നമ്മൾ വിശ്വാസ കണ്ണുകൊണ്ട് കണ്ടിട്ട് ഇത്രയും സന്തോഷമാണെങ്കിൽ നേരിൽ കാണുമ്പോൾ എന്തായിരിക്കും സന്തോഷം? ഈ ദൈവത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഒന്ന് എടുത്ത് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 23 അധ്യായം അതിൻ്റെ 33 വാക്യം ഒന്ന് വായിച്ച്. 21-33 അവസാനത്തെ 2 വാക്യങ്ങൾ 21 അധ്യായത്തിൻ്റെ. നമ്മുടെ ദൈവം ആരാണ്? നിത്യനായ ദൈവമാണ്. ഹല്ലേലൂയ. ആരംഭമോ അവസാനമോ ഇല്ലാത്ത, അനന്യനായ, മാറ്റമില്ലാത്ത നിത്യനായ ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്കൊക്കെ ആരംഭമുണ്ട്, അവസാനമില്ല. നമ്മുടെ ദൈവത്തിന് ആരംഭവുമില്ല, അവസാനവുമില്ല. നമ്മുടെ ദൈവം കോൺക്രീറ്റ് ദൈവമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫൈബർ കൊണ്ടുണ്ടാക്കിയതായ ദൈവമല്ല നമ്മുടെ ദൈവം. സ്തോത്രം. നമ്മുടെ ദൈവം ആരാണ്? മരമുട്ടിയല്ല, കരിങ്കല്ലല്ല. അവൻ ജീവനുള്ള ദൈവമാണ്. അവന് പ്രാർത്ഥന കേൾക്കാൻ ചെവിയുണ്ട്, ചെവിക്ക് ഓട്ടയുണ്ട്. ഇടിവെട്ടേക്കാതെ മിന്നലേറ്റ ജാലകത്തിന്റെ മുമ്പിൽ താഴെ മാറാമ്പല കൊട്ടി നിൽക്കുന്ന യേശു അല്ല നമ്മുടെ യേശു. നമ്മുടെ യേശു ആരാണെന്ന് മനസ്സിലാക്കി വേണം സ്വോത്രം പറയാൻ. സ്വോത്രം പറയുമ്പോൾ ദൈവമക്കളൊന്ന് തെറിക്കണം. ഹല്ലേലൂയ. ഈ കഥന കണ്ടിട്ടുണ്ടല്ലോ, കഥനയുടെ അടുത്തേക്കിടെ തീ പോയാൽ കഥന ചാടും. കാരണം എന്താ? കരിമരുന്നുള്ളത് കൊണ്ടാണ്. ചിലർക്കൊന്നും കരിമരുന്ന് ഇല്ല. ഈ വചനമാകുന്ന തീ കടന്നു പോയി കഴിഞ്ഞാൽ ഒരനക്കവും ഇല്ല. കാരണം ഇത് ഒരിക്കൽ പൊട്ടിക്കഴിഞ്ഞതാ, അല്ലെങ്കിൽ നിറയ്ക്കാത്തതാ. നിറച്ചതിൻ്റെ അടുത്ത് കൂടെ തീ അങ്ങ് പോയാൽ അത് പൊട്ടുന്നത് കാണാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രവാചകനായ ബിലയാമിന്റെ കഴുത പോലും വാ തുറന്ന് സംസാരിച്ചു ദൈവം പറഞ്ഞപ്പോൾ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവം നമ്മുടെ വാ തുറന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ആരുടെ വായാണോ തുറക്കുന്നത് അവരാണ് വാ തുറന്ന് സംസാരിക്കുന്നത്. ദൈവം നമ്മുടെ വാ തുറന്നത് കൊണ്ടാണ് നമുക്ക് ആരാധിക്കാൻ കഴിയുന്നത്. ദൈവം നമ്മുടെ വാ തുറന്നത് കൊണ്ടാണ് നാം ദൈവത്തെ സ്തുതിക്കുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തിന് പാടുന്നത്, ദൈവസനയിൽ പ്രാർത്ഥിക്കുന്നത്. ദൈവം നമ്മുടെ വാ തുറക്കാതിരുന്ന കാലത്ത് സത്യദൈവത്തെ ആരാധിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ദൈവത്തിന്റെ വലിയ കൃപയാൽ ദൈവം നമ്മുടെ അധരങ്ങളെ തുറന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഉടവര ഭക്ഷര ഹന്തര ലംഘന മേടക രാജര ഹത്തര ലംഘന ചടകനം ഭഗര ഠാനക ധിക്കര ഹത്തര ഹത്തര ഡമന ധഗല ധഗദ ധഗര ധഗല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ രക്തത്താൽ ജയമെടുക്കുന്നു. ഉടമന ഗജഗട ദിവാരഗക്ഷര ഹംബര രാജവാലക ജാദര ഹത്തരാക്ഷര ഹത്തുരാല ആഗംദരാലി വാട്ടുവാരകെ ജത്തഗടകെ സപ്തരാസി വാഗദഷ്. ഈ ദൈവം നിത്യനാണ്. ഈ ദൈവം നിത്യനാണെന്ന് മാത്രമല്ല, 93 സങ്കീർത്തനം 2 വാക്യം ഒന്ന് വായിച്ചേ. ആ വാക്യത്തിന് തുടക്കവും കൂടെ വായിക്കുക. 2 വാക്യം മാത്രം. ആ ആ നീ അനാദിയായുള്ളവൻ തന്നെ. ഹല്ലേലൂയ. അനാദി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യൻ എന്നാണ് അർത്ഥം. നിന്റെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കുന്നു. മൂലഭാഷയിൽ നിന്റെ സിംഹാസനം നിത്യസിംഹാസനമാണെന്നാണ് വചനം. ആമേൻ. ദൈവം എന്നുണ്ടോ അന്ന് ദൈവത്തിന് സിംഹാസനമുണ്ട്. കാരണം ദൈവം നിത്യനായ മഹാരാജാവാകയാൽ സിംഹാസനമില്ലാതിരുന്ന ഒരു സമയമില്ല. ദൈവം എന്നുണ്ടോ അന്നുള്ള ആ സിംഹാസനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പം നിത്യനായ ദൈവം നിത്യമായ സിംഹാസനമിട്ട് അതിലിരിക്കുകയാണ്. ഇനി അത് ഇട്ടിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ച് ബൈബിളിൽ വായിക്കുന്നത് 68 സങ്കീർത്തനം 33 വാക്യോടെ ഇതിലോട് ചേർത്ത് വായിച്ച്. 68-33
മതി. പുരാതന സ്വർഗാദി സ്വർഗങ്ങളിൽ വാഹനമേറുന്നവന് പാടുവീരെന്ന് പറയുമ്പോൾ മൂലഭാഷയിലെ ആശയം നിത്യ സ്വർഗാദി സ്വർഗങ്ങളിൽ വാഹനമേറുന്നവന് പാടുവീൻ. അപ്പോൾ ദൈവത്തിന് സിംഹാസനം ഇട്ടിരിക്കുന്ന സ്വർഗം നിത്യസ്വർഗമാണ്. ദൈവം എന്നാണോ ഉള്ളത് അന്നുള്ള സ്വർഗം, ദൈവം എന്നാണോ ഉള്ളത് അന്നുള്ള സിംഹാസനം. നിത്യനായ ദൈവം, നിത്യമായ സിംഹാസനം, നിത്യസ്വർഗത്തിലിട്ട് വാഴുന്നു. അവനാണ് ബൈബിളിൽ വെളിപ്പെട്ട ദൈവം. പുരാതന സ്വർഗാദി സ്വർഗങ്ങളിൽ വാഹനമേറുന്നവന് പാടുവീൻ എന്ന് പറയുമ്പോൾ അതിന് കീഴേ സ്വർഗങ്ങളുണ്ട്. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 1:1 വായിക്കുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ്. മൂലഭാഷയിൽ ആദിയിൽ ദൈവം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ്. ആമേൻ. അതിന് ഇംഗ്ലീഷ് ബൈബിളിൽ ആദിയിൽ ദൈവം സ്വർഗങ്ങളെയും ഭൂമിയെ സൃഷ്ടിച്ചു എന്നാണ് തർജ്ജമ കാണുന്നത്. അതിൻ്റെ കാരണം എബ്രായ ഭാഷയിൽ നിന്ന് ആദ്യമായിട്ട് ബൈബിൾ തർജ്ജമ ചെയ്ത് യവനായ ഭാഷയിലേക്കാണ് തർജ്ജമ ചെയ്തതാണ്. ഗ്രീക്ക് ഭാഷയിൽ സ്വർഗത്തിനും ആകാശത്തിനും ഒരു വാക്കാ, രണ്ട് വാക്കില്ല. അതുകൊണ്ട് ആദിയിൽ ദൈവം ആകാശങ്ങൾ ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് മൂലകൃതിയിൽ എഴുതിയപ്പോൾ അത് ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ വന്നപ്പോൾ ആകാശത്തിനും സ്വർഗത്തിനും ഗ്രീക്കിൽ ഒരു വാക്കാകയാൽ അങ്ങനെ തർജ്ജമ വന്നുപോയി. അതുകൊണ്ട് സ്വർഗങ്ങൾ ഭൂമി സൃഷ്ടിച്ചു എന്ന് വരത്തക്കവണ്ണം ഇതാ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുകയാണ്. മൂലത്തിലെ ആശയം ആദിയിൽ ദൈവം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. ആമേൻ. അതിനു മുമ്പുള്ളതാണ് ഈ നിത്യസ്വർഗം. നിത്യസ്വർഗമല്ല, നിത്യസ്വർഗങ്ങൾ. ദൈവമക്കളെ, നമ്മൾ എത്ര മൈൽ എന്ന് പറയാൻ പറ്റൂ, എത്രയോ ദൂരം നമ്മൾ യാത്ര ചെയ്യാനിരിക്കുകയാണെന്നറിയാമോ? പ്ലെയിനിൽ പോകുന്നതല്ല, വായുമണ്ഡലത്തിൽ പോകുന്നതല്ല, ബഹിരാകാശത്ത് പോകുന്നതല്ല, ചന്ദ്രനിൽ പോകുന്നതല്ല. ഏറ്റവും വലിയ യാത്ര എന്ന് പറയുന്നത് സിയോനിലേക്കുള്ള സ്വർഗയാത്രയാണ്. വലിയ യാത്ര. എത്ര പേർക്ക് പറയാൻ കഴിയും ഞാൻ ആ യാത്രയിലാണ്? ഇന്നലത്തേക്കാൾ ഇന്ന്, ഈ കഴിഞ്ഞ പകലിനേക്കാൾ ഈ രാത്രി ഞാൻ പ്രിയം വെച്ച നാടിനോടും വീടിനോടും എൻ്റെ ദൈവത്തോടും ഒന്നുകൂടി അടുത്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് പെട്ടെന്ന് അവിടെ ഒന്ന് ചെന്ന് ചേരാൻ? ഈ ഭൂമിയിൽ കിടന്ന് വട്ടം കറങ്ങാനല്ല, കർത്താവിൻ്റെ വേല ചെയ്ത് ആരാധിക്കുകയാണ് നല്ലതായി ഇവിടെ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ അത് ചെയ്യുന്നില്ലെങ്കിൽ എത്രയും വേഗം ആ ശാശ്വതമായ ഭവനത്തിൽ ചെല്ലുന്നതാണ് നല്ലത്. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 19-ാം വാക്യോടെ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. വിലാപങ്ങൾ 5:19. യഹോവേ നീ നിത്യനായും നിന്റെ സിംഹാസനം തലമുറ തലമുറയായും ഇരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിനും ദൈവത്തിന്റെ സിംഹാസനത്തിനും മാറ്റമില്ല. മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് മാറിപ്പോയി, എന്നാൽ നമ്മുടെ ഗവൺമെന്റ് മാറുന്നില്ല. എത്ര പേർ സന്തോഷിക്കുന്നുണ്ട്? ഉമ്മൻചാണ്ടിയുടെ ആ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ ചിലർ നോക്കി, എന്നാൽ ഒരു പ്രകാരത്തിലെ തത്തിപ്പിടിച്ച് അവിടെ ഇരിക്കുകയാണ്. എന്നാൽ അതിനും ഒരു സുപ്രഭാതത്തിൽ മാറ്റം വരും. ഞാൻ കോൺഗ്രസ്സുകാരനുമല്ല, കമ്മ്യൂണിസ്റ്റുകാരനുമല്ല, BJP-ക്കാരനുമല്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയും. ആ പാർട്ടി സ്പിരിറ്റുള്ള ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതങ്ങ് വിട്ട് കളഞ്ഞാക്കണം. നമ്മൾ ദൈവത്തിൻ്റെ പാർട്ടിയാ. ഹല്ലേലൂയ. ഈ ഗവൺമെൻറ്റുകളൊക്കെ മാറും, പക്ഷെ നമുക്കൊരു ഭരണകൂടമുണ്ട്, ഒരിക്കലും മാറാത്ത ഭരണകൂടം. അവിടെ അപ്ലിക്കേഷൻ കൊടുക്കാനാണ് നമ്മളിന്ന് രാത്രി വന്നേ. അത് യേശു റെക്കമെൻഡ് ചെയ്യണം. അടിയിൽ സൈൻ ചെയ്യേണ്ടത് യേശുവാണ്. അതാണ് യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ചില അപ്ലിക്കേഷൻ കൊടുക്കും, യോഗം കഴിയുമ്പോൾ അപ്ലിക്കേഷൻ എടുത്തോണ്ട് പോകും. പിറ്റേ ദിവസവും വരും അപ്ലിക്കേഷനും കൊണ്ട്. എന്നിട്ട് അതിനകത്ത് ചിലത് വെട്ടിക്കളയും, ചിലത് എഴുതി ചേർക്കും. അത് ഒന്നോടെ കൊടുക്കും, അത് വീണ്ടും എടുത്തുകൊണ്ട് പോകും. 3-ാം ദിവസവും അതുമായിട്ട് വരും. എന്നിട്ട് അതിൽ ചിലത് വെട്ടിക്കളഞ്ഞിട്ട് ചിലത് ചേർക്കും. തിരുവനന്തപുരക്കാരെ കുറിച്ച് പറയുകയല്ല. ചില പ്രാർത്ഥന കേട്ട് കഴിഞ്ഞാൽ തിങ്കളാഴ്ച പ്രാർത്ഥിച്ചതല്ല ചൊവ്വാഴ്ച പ്രാർത്ഥിക്കുന്നത്. തിങ്കളാഴ്ച പ്രാർത്ഥിച്ചത് ആ സ്ഥാപനത്തിൽ എനിക്ക് ജോലി കിട്ടണം പാസ്റ്ററെ, ആ സ്ഥാപനത്തിൽ ജോലി കിട്ടാൻ പ്രാർത്ഥിക്കണം. പാസ്റ്റർ പ്രാർത്ഥിച്ചു, കർത്താവേ ആ സ്ഥാപനത്തിൽ തന്നെ ജോലി കിട്ടണം. ചൊവ്വാഴ്ച വന്നിട്ട് പറയാ
എനിക്ക് ആ സ്ഥാപനത്തിൽ കിട്ടണം. അപ്പോൾ ഭാഷ പ്രാർത്ഥിച്ചു, കർത്താവേ ഇന്നലെ പ്രാർത്ഥിച്ച ആ സ്ഥാപനത്തിൽ നിന്നാണ്, ക്ഷമിക്കണമേ, ആ സ്ഥാപനത്തിൽ കൊടുക്കണം. ബുധനാഴ്ച വന്നിട്ട് പറയാണ് ഗൾഫിലേക്ക് പോകാൻ ഒരു അവസരം വന്നിട്ടുണ്ട്, ഭാഷ പ്രാർത്ഥിക്കണം. ഭാഷ പ്രാർത്ഥിക്കണം, കർത്താവേ ഗൾഫിലേക്ക് വഴി ഒരുക്കണം. വ്യാഴാഴ്ച വന്നിട്ട് പറയാണ് ഭാഷ ഒന്നും ശരിയാകുന്നില്ല, ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്, അതിന് വേണ്ടി ഭാഷ എത്രയും വേഗം ഈ സഹോദരൻ്റെ കല്യാണം നടക്കണം. അപ്പോൾ കേട്ടു കല്യാണം മാറിപ്പോയി, ബൈബിൾ സ്കൂളിൽ പോകാനെന്ന് വിചാരിക്കുകയാണ്. കർത്താവേ, വാസ്തവത്തിൽ നമ്മുടെ ദൈവത്തെ സമ്മതിക്കണം. ഇങ്ങനെ എത്ര അപേക്ഷകളാ മാറ്റിയും തിരുത്തിയും പിന്നെ എഴുതി ദൈവത്തിന് മുമ്പിലേക്ക് വെക്കണേ. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ 3-4 പ്രാവശ്യം വന്ന് അപേക്ഷ ചുരുട്ടിക്കുട്ടി വെയിറ്റോട്ടിട്ട് നീ പോയി തീരുമാനിച്ചിട്ട് വാ, സ്ഥിരമായൊരു തീരുമാനം കൊണ്ടുപോവാ, എന്നിട്ടാകാം നിന്റെ കാര്യം. ഓ, നമ്മുടെ ദൈവം എത്ര വലിയവനാണ്. എന്ത് പ്രാർത്ഥിച്ചാൽ ഇരുന്ന് കേട്ടുകളയും ദൈവം. എന്തൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കണേ? പ്രൈസ് ദി ലോർഡ്. ഇന്നൊരു അപേക്ഷയും കൊണ്ട് ഇവിടെ വന്നതാണെങ്കിൽ ആ അപേക്ഷ ശരിക്കും വായിച്ചു നോക്കിയിട്ട് അതിന് മാറ്റമില്ല എന്നുള്ള നിലയിൽ ആണെങ്കിൽ വെച്ചാൽ മതി ദൈവസന്നിധി. അല്ല, നാളെ അത് മാറ്റാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇന്നത് മടക്കി ബൈബിളിൽ തന്നെ വെച്ചേരെ, കൊടുക്കണ്ട ദൈവത്തിൻ്റെ കയ്യിൽ. ഒന്നോടെ വായിച്ചു നോക്കണം. 10-25 പ്രാവശ്യം വായിച്ചു നോക്കിയാലും കുഴപ്പമൊന്നുമില്ല. അതിൽ 100% ഉറപ്പ്. ഇനി ഇതിന് മാറ്റമില്ല, ആര് പറഞ്ഞാലും മാറ്റമില്ല, ആര് പറഞ്ഞാലും മാറ്റമില്ല, ഇത് തന്നെയാണ് തീരുമാനം. അങ്ങനെ 100% തീരുമാനമാണെങ്കിൽ മാത്രം അപേക്ഷ അവിടെ വയ്ക്കാവുള്ളൂ. ആ അപേക്ഷ ദൈവം പരിഗണിക്കും. ഇത് ദൈവം സർവജ്ഞാനിയാകിയാൽ ദൈവത്തിനറിയാം തിങ്കളാഴ്ച അപേക്ഷ ചൊവ്വാഴ്ച മാറ്റി കൊണ്ടുവരുമെന്നറിയാം, അതാ ദൈവം പ്രവർത്തിക്കാത്ത. ചൊവ്വാഴ്ചത്തെ ബുധനാഴ്ച മാറ്റി പറയുമെന്നറിയാം, അതാ ദൈവം പ്രവർത്തിക്കാത്ത. ആ ഹന്നാ ദൈവാലയത്തിൽ ചെന്നപ്പോൾ അവർക്കൊരു വിഷയം ഉണ്ടായിരുന്നു, അവളൊരു അപേക്ഷയുമായിട്ടാണ് ചെന്നേ, അതവിടെ വെച്ചു. ഹല്ലേലൂയ. പിന്നെ അപേക്ഷ മാറ്റിയിട്ടില്ല, അതിൽ തന്നെ ഇരിക്കുകയാണ്. അതിന് മറുപടി കിട്ടി. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തതിൻ്റെ കാരണം നമ്മൾ തിത്തൈ തകതൈ ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെ ഈ ചെപ്പട്ട പമ്പരം എന്ന് പറയും തൃശ്ശൂർ ഭാഷയിൽ. ഈ ചെറുപ്പത്തിലൊക്കെ ഈ കുട്ടികൾ തടി കൊണ്ട് ഒരു പമ്പരം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ആണി അടിച്ചിട്ട് ഇങ്ങനെ ചാട്ടാന്ന് പറയും തൃശ്ശൂർ, ഇങ്ങനെ ചരടി ചുറ്റിയിട്ട് ഇങ്ങനെ കറക്കും. ഞാനൊക്കെ ഇങ്ങനെ കറക്കി കയ്യിൽ കറക്കുമായിരുന്നു. പക്ഷേ ഇന്നറിയില്ല, അതൊക്കെ വിട്ടുപോയതുകൊണ്ട്. അതിന് പമ്പരം എന്ന് പറയും. ഇവിടെ എങ്ങനെയാണ് പറയുക? പമ്പരം. അത് ചില പമ്പരമുണ്ട് ഇങ്ങനെ അത് ചാടി നടക്കും, അതിനാണ് ചെപ്പട്ട എന്ന് പറയണത്. ചെപ്പട്ട. മറ്റേ അങ്ങനെയുള്ള ഉറങ്ങിക്കറങ്ങും. അപ്പോൾ ദൈവത്തിന് അറിയാം ഈ ചെപ്പട്ട പ്രാർത്ഥനയാണത്, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചാടും. അതുകൊണ്ട് ദൈവം ഇങ്ങനെ ശാന്തമായിരിക്കാവോ? നമ്മുടെ ദൈവത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ പറയാതിരുന്ന എനിക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. നമുക്ക് സ്ഥിരമായി ദൈവത്തെ പിടിക്കാം. ഒരു വിഷയത്തിന്മേൽ പിടിച്ചാൽ പിടിച്ചതായിരിക്കണം, മാറരുത്. ഹല്ലേലൂയ. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ യാക്കോബ് കയറി പിടിച്ചതുപോലെ ദൈവമക്കളായ നമ്മൾ വിശ്വാസത്തോടും പ്രതിഷ്ഠയോടും തീരുമാനശക്തിയോടും കൂടെ നമ്മുടെ വിഷയത്തിൽ വെച്ച് ദൈവത്തിൽ വെച്ച് വാഗ്ദത്തത്തെ കയറി മുറുകെ പിടിച്ചാൽ ദൈവത്തിന് വഴിമാറാൻ കഴിയയില്ല. അങ്ങനെയൊരു ദൈവമാണ് നമ്മുടെ ദൈവം. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്നവനാണ്, പെറ്റതള്ളയേക്കാൾ ഉച്ചശ്രമിക്കുന്നവനാണ്, ശത്രുക്കളുടെ മുൻപാകെ മേശ ഒരുക്കുന്നവരാണ്, ഓരോ നാളും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവരാണ്, വൻകൃപയിൽ ഇന്നയോളം നമ്മെ കാത്തവനാണ്. ഓ രഗജാ ദഗലാ ദഗജാ ദഗരാ ദഗരാ ശബ്ദ രംഗ ടാന ദിക്ക രഗജാ ദഗലാ ദാദാ ഹത്ത രംഗ ചാര ദഗര ഉടബല ബാലക ദൂതര സന്ദര ഗക്ഷര ഗലഗജ ഭാരക ദഗുദഗ ഡംദര ഗക്ഷര വരിഗത ബാലക ചീതര സന്ദര ഗക്ഷ വരഗ ക്ഷാര സാര ഓ ഷന്ദ രാജ രഗജം ദാല ദഗുദഗടത്തര ഹത്തര പക്ഷ മനഗട്ടാര ദിഗര രേതത ജയം കരുണാനിധിയേ കാൽവരി അൻപേ നീ മാത്രമാണ് എനിക്കാധാരം, നീ മാത്രമാണ് എനിക്കാധാരം. ഓ കൃപായകേണം കൃപാനിധിയേ 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 കൃപായകേണം കൃപാനിധിയേ 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 മുൻപേ പോയാൽ പിൻപേ ഗമിപ്പാനാ നീ മാത്രമാണ് എനിക്ക്
എനിക്കാധാരം. നീ മാത്രമാണ് എനിക്കാധാരം. കഥാനിധിയേ കാൽവരി നീ മാത്രമാണ് എനിക്കാധാരം. നീ മാത്രമാണ് എനിക്കാധാരം. മാറായേലിമേൽ പറയിൽ വെള്ളം മാറാത്തോളേകും മധുര്യമല്ല. മാറായേലിമേൽ പറയിൽ വെള്ളം മാറാത്തോളേകും മധുര്യമല്ല. പറയാപകൽ ധ്യാനം യോർദാന്റെ തീരമെന്നാശ്വാസം. യോർദാന്റെ തീരമെന്നാശ്വാസം. കരുണാനിധിയേ കരറിയന്റെ നീ മാത്രമാണ് എനിക്കാധാരം. നീ മാത്രമാണ് അഗത വരഗ ജഗദ ശക്തര സന്തുര മാലഗജ ആഗത്തിക്കര അക്ഷരഘട്ടര ഹംബരാക്ഷന ഹാമരകലക അന്തൈക്കരക. ഇന്ന് രാത്രികാലം ദൈവത്തിൽ വെച്ച വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ ഹല്ലേലൂയ കരം കാണുവാൻ ഇടയാക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. അരക ലഗജ ദഗര ശക്തര സന്തരാലക വട്ടുവാര ദീപാരവ ആശാലക ജാതരഘട്ട ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് തീ കൊണ്ട് ഉത്തിയമളിയ ഇസ്രായേലിൻ്റെ ദൈവമേ ഞങ്ങളുടെ പിതാവേ ഇന്ന് രാത്രി അവിടുത്തെ കരം നീട്ടണമേ. ഹട്ടുര ലഗജഘടക ദീപാരവ അക്ഷക്കട്ടര വാരികജാതം മകുതമേനി മധുടമട്ടം മകുതമാന അന്തരകല്ല ജഗതകാട ലഗജഘടക വഴികാടാണ്. ഹല്ലേലൂയ കാർമേഘം മൂടിക്കിടക്കുന്ന അവസ്ഥകളിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ഒരു വഴി കാണുവാൻ ഇടയാക്കണം. രംഭ രംഭ ടാന ദിക്ക അരകജകൾ ആത്മാക്കൾ വിടുവിക്കപ്പെടട്ടെ. കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ. ദൈവസഭകൾ സ്ഥാപിക്കപ്പെടട്ടെ. വേലക്കാർ എഴുന്നേറ്റ് വരട്ടെ. രോഗങ്ങൾ മാറിപ്പോകട്ടെ. പ്രശ്നങ്ങൾക്ക് പരിഹാരം വരട്ടെ. കടഭാരം നീങ്ങട്ടെ. ഹംബ രംഗ ക്ഷാന അച്ഛ ഡഗജ നഗരകക്ഷ ജീവിതങ്ങൾ ആത്മാവിനാൽ നിറയപ്പെടട്ടെ. രോഗസൗഖ്യം വ്യാപരിക്കട്ടെ. ഹംബ രക്ഷ അന്ധകാര ബന്ധനങ്ങൾ അഴിയട്ടെ. അരകക്ഷത്ത പൈശാചിക പോരാട്ടങ്ങളെ ശാസിക്കണമേ. ആഗാനമാല ഗീതാരഘട്ടന ദൈവസഭ ശക്തിയോട് വളരട്ടെ. അംഗ രംഗ സുവിശേഷത്തിനെ വ്യാപ്തിക്കാൻ ഇന്ത്യ മഹാരാജ്യത്തിനായി ഹംബ രഗക്ഷര ലാജട എല്ലാ പോരിന്റെ ആയുധങ്ങളെയും ശാസിക്കുന്നു. അക്ഷക്കരക യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിജയമെടുക്കുകയാണ്. ഹംബ പരഘട്ടാനം ധിക്ക രംഗഠാന ധിക്കാര വാല വക വര ജിത രഗഠര ലജ ഭക്ഷുവാന ധിക്കാര ബാബാ 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 ബാബാ. ഗ്ലോറി ഹല്ലേലൂയ. ഉടമന രാജ്യം സോദര ഭേരം അന്തര വെട്ട ആടമ നഗജ ആലക ജൗദക ആടിക രാധര അന്തര ഗട്ടര യോടക നീതര കടമന മാലക ജീതര ഹന്തര ഖത്തര ഖത്തര വടകര ഖാനക ധിക്കര ഖത്തര 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 രാജക ഡക്തര ഹന്തര ഠോലക ധിത്തര ഹന്തര മേടക രാധര ഖത്തര രഗജ കക്ഷ ഹന്ത ഢാലക ജീതര ഖത്തര ഡഗര ഠാനക ധിക്കര ഖത്തര ബേലക ജൂതര ഖത്തര മടകര. Glory, 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 glory. 16:18. രണ്ടാമത് ദൈവത്തിൻ്റെ സഭയ്ക്ക് മാറ്റമില്ല. ദൈവം സ്ഥാപിച്ച 2 പ്രസ്ഥാനങ്ങളുണ്ട്. അതൊന്നാണ് കുടുംബം, രണ്ടാമത്താണ് സഭ. 2 സ്ഥാപനങ്ങൾ, കുടുംബം സഭ. ഇത് രണ്ടും ദൈവം സ്ഥാപിച്ചതാണ്, മനുഷ്യരാരും സ്ഥാപിച്ചതല്ല. ഇത് രണ്ടും നിത്യതയോളം ഉണ്ടായിരിക്കും. മനുഷ്യ സ്ഥാപിച്ച സ്ഥാപനങ്ങളും സംഘടനകളും എല്ലാം കാലത്തിൻ്റെ ഒഴുക്കിൽ അത് അവസാനിക്കും. എന്നാൽ ദൈവം സ്ഥാപിച്ച 2 സ്ഥാപനങ്ങൾ നിത്യതയോളം ഉണ്ടായിരിക്കും. ഈ വേദപുസ്തകത്തിൽ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി വാഴാൻ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 28 അനുഗ്രഹവാചകമുണ്ട്. എന്നാൽ ആ അനുഗ്രഹത്തെ തടയാൻ സാത്താൻ പാപം വലിച്ചിട്ടിട്ട് മരണത്തെ കൊണ്ടുവന്നു. ഇനി മരണം ഉണ്ടാകയില്ല എന്ന് വെളിപ്പാട് 21 വായിക്കുന്നു.
എന്നാൽ ഇനി ജനനമുണ്ടാകയില്ല എന്ന ഈ വേദപുസ്തകത്തിലില്ല. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറവീൻ എന്ന ദൈവം ആശീർവാദം പറഞ്ഞിട്ട് മതി ഇനി നിർത്തിക്കോ എന്നീ പുസ്തകത്തിൽ ഒരു സൂചന പോലും ഇല്ല. ആ സ്ഥാപനം നിത്യതയോളം ഉണ്ടായിരിക്കും. അതിലേക്ക് കിടക്കാൻ സമയമില്ല. നമുക്കല്ല, നമുക്ക് സുഹൃത്തിൽ ചെന്ന് കല്യാണമൊന്നുമില്ല. ഈ മുസ്ലിങ്ങളെ പോലെ കല്യാണം കഴിച്ച് ഊഞ്ഞാക്കട്ടിലിരുന്ന് വീഞ്ഞു കുടിക്കാനൊന്നും അല്ല നമ്മൾ പോണേ. നമുക്ക് കല്യാണമൊന്നുമില്ല സ്വർഗത്തിൽ ചെന്നാൽ. പക്ഷേ നിത്യതയിലെ ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ, കാരണം കർത്താവ് എന്നാൽ ലോകം അവസാനിക്കുന്നില്ല, യുഗമേ അവസാനിക്കുന്നുള്ളൂ. പിന്നെ ഇവിടെ ലോകത്തിൽ മനുഷ്യരുണ്ട്, നമുക്ക് ജീവിതമുണ്ട്, പല പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് വേദപുസ്തക വെളിപ്പാട്. എന്നാൽ പൊതുവാന ഭൂമിയിൽ ദൈവം കൊണ്ടുവന്ന് മരണമില്ലാതെ ജനനം സ്ഥാപിക്കുന്ന ഒരു ദിവസമുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ ആ സ്ഥാപനം നിത്യതയോളം ഉണ്ടായിരിക്കും. രണ്ടാമത് ദൈവത്തിൻ്റെ സഭ. യേശു പറഞ്ഞു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അതിന് സമുദായക്കാർ പറഞ്ഞു, പത്രോസേ നീ പാറയാകുന്നു, പാറപ്പുറത്ത് ഞാൻ സഭ പണിയുമെന്ന് കർത്താവ് പറഞ്ഞു എന്നാ. അത് അങ്ങനെ പുസ്തകത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു സമ്മതിക്കുകയോ ഇല്ല. പുസ്തകം കിടന്ന് തപ്പോട് തപ്പ്. അത് വേദപുസ്തകത്തിൽ ആകെ ഒരു സ്ഥലത്തേ ഉള്ളൂ, മത്തായി സുവിശേഷത്തിലാണ്. അവർ കണ്ടുപിടിക്കുകയോ ഇല്ല, സമ്മതിക്കുകയോ ഇല്ല. പിന്നെ നമ്മൾ ശക്തിയായി പറഞ്ഞാൽ അവർ ചൂടായി പോകും. അതുകൊണ്ട് നമ്മൾ ചൂടാകാതിരിക്കാൻ വേണ്ടി ശാന്തമായിട്ടിരിക്കും. പത്രോസേ നീ പാറയാകുന്നു, പാറപ്പുറത്ത് ഞാൻ സഭ പണിയുന്നല്ല കർത്താവ് പറഞ്ഞ. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. മൂലഭാഷയിൽ പത്രോസ് എന്നുള്ളതിന് പെട്രോസ്, നീ ഒരു പാറക്കഷ്ണമാകുന്നു. ഈ പാറമേൽ, ഈ പെട്രായിൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പത്രോസ് ഒരു പാറക്കഷ്ണമാണ്, പാറയല്ല. നമ്മളൊക്കെ പാറക്കഷ്ണങ്ങളാണ്. കാരണം ജീവനുള്ള കല്ലായ അവരുടെ അടുക്കൽ വന്നിട്ട് നമ്മൾ ജീവൻ പ്രാപിച്ചു. അങ്ങനെ ആ ആത്മീയ കല്ലുകൾ ചേർത്ത് പണിയുന്നതാണ് ദൈവത്തിൻ്റെ സഭ. സ്തോത്രം. പത്രോസ് മാത്രമല്ല, നമ്മളൊക്കെ പാറക്കഷ്ണങ്ങളാണ്. പക്ഷേ യേശുവാണ് പെട്ര, പാറ. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. യേശു പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 നാൾ കൊണ്ട് പണിയുമെന്ന് പറഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു, യെരൂശലേം ദേവാലയം പൊളിച്ചാൽ യേശു 3 നാൾ കൊണ്ട് പണിയുന്നു. അങ്ങനെയല്ല, ഈ മന്ദിരം എന്ന് പറഞ്ഞത് തൻ്റെ ശരീരത്തെക്കുറിച്ചാണ്. ഇതുപോലെ ഈ പാറ എന്ന് കർത്താവ് പറഞ്ഞത് തന്നെക്കുറിച്ചാണ്. ആമേൻ. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല. നമുക്കാർക്കും സഭയില്ല, സഭ കർത്താവിൻ്റെ വകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ പല പ്രസ്ഥാനങ്ങളിലായിട്ട് നമ്മൾ നിലകൊള്ളുന്നു, അത് നല്ലതാണ് ഒരു വശത്ത്. എന്നാൽ നമ്മളെല്ലാവരും ആ സാക്ഷാൽ കർത്താവ് സ്ഥാപിച്ച ആ സാർവത്രിക സഭയിലെ അംഗങ്ങളാണ്. അവരവർ നിൽക്കുന്ന പ്രസ്ഥാനത്തോട് അവരവർക്ക് കൂറു വേണം. ചിലരുണ്ട് ഒരു സഭയിൽ കൂടത്തില്ല, ഇങ്ങനെ ചാടിച്ചാടി നടക്കുകയാണ്. അത് നല്ലതല്ല. ഒരു പ്രാദേശിക സഭയിൽ അംഗത്വം എടുത്ത് ആ സഭയിൽ ദൈവത്തെ ആരാധിച്ചോളണം. അക്കരെ നിന്നുകൊണ്ട് ആളുകൾ കൈകാട്ടി കളിക്കും, ഇങ്ങോട്ട് വരെ, ഇങ്ങോട്ട് വരെ, ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ അത് പച്ചയായ പുൽപ്പുറാണെന്നിട്ട് അങ്ങോട്ട് ചാടിയാൽ അവിടെ ചെല്ലുമ്പോൾ അറിയാതെ ഉണങ്ങിയ പുൽപ്പുറാണ്. അപ്പോൾ വിചാരിക്കും അതിനേക്കാൾ നല്ല ഇതാണ്. അപ്പോൾ ഇങ്ങോട്ടൊരു ചാട്ടം, പിന്നെ അങ്ങോട്ടൊരു ചാട്ടം. അങ്ങനെയല്ല, നമ്മൾ നിൽക്കുന്ന സഭയിൽ നമ്മൾ കൂറോടെ നിൽക്കണം. ഹല്ലേലൂയ. നമ്മുടെ മധ്യേ സൂക്ഷിക്കുന്ന ദൈവദാസന്മാരെ നമ്മൾ കർത്താവിനെ പോലെ കാണണം. ഒരു ദൈവദാസന്റെ കണ്ണീര് പോലും നമ്മുടെ വീട്ടിൽ വീഴാനിടയാകരുത്. നമ്മളെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവദാസൻ കരയാനിടയാകരുത്. എങ്ങനെ? ആത്മഭാരത്തിൽ കരയുന്ന കാര്യമല്ല, കർത്താവേ എന്ന് വിളിച്ച് കരയാനിടയാകരുത്. അത് നമുക്കോ നമ്മുടെ തലമുറയ്ക്കോ നല്ലതല്ല. നമ്മളെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവദാസന്മാർക്ക് ഞരക്കമുണ്ടാകരുതെന്ന് എബ്രായലേഖനം 13:17 ഹല്ലേലൂയ. ദൈവദാസന്മാരെ ബഹുമാനിക്കണം, ദൈവദാസന്മാരെ ആദരിക്കണം. അവർ പറയുന്നത് അപ്പാടെ അനുസരിക്കണം. ഹല്ലേലൂയ. വേദപുസ്തക പ്രകാരം പറയുന്ന എല്ലാം അനുസരിക്കണം. ഹല്ലേലൂയ. അത് അനുഗ്രഹം പ്രാപിക്കാനുള്ള വഴിയാണ്. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. സഭ കർത്താവിൻ്റെയാണ്, കർത്താവിലാണ് പണിയുന്നത്. പ്രധാന പണിക്കാരൻ കർത്താവാണ്, അവൻ്റെ കൂട്ടുവേലക്കാരാണ് നമ്മൾ. അവൻ്റെ പണിയിൽ നമ്മെ പങ്കുചേർക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അത് വലിയ ഒരു ചാൻസായി. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഏത് സംഘടനകളിൽ നിന്ന് പ്രവർത്തിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഈ യേശുവിനോട് ചേർന്ന് നിന്ന് വേല ചെയ്യുന്നത്. എത്ര പേർ അതിൽ സന്തോഷിക്കുന്നുണ്ട്? ചിലർക്ക് വീടുകളിലെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി കൊണ്ടുവരും, പുസ്തകങ്ങൾ, സാധനങ്ങൾ, പാത്രങ്ങളെല്ലാം കൊണ്ടുവരും. എന്നിട്ട് അവർ നിന്ന് വായു വലിക്കുക. നമ്മുടെ അമ്മച്ചിമാരുണ്ട്, കുശലം പറയാൻ ഇറങ്ങിച്ചെന്നാൽ 4 പാത്രം പിടിപ്പിച്ചിട്ടേ ആവും പോവുള്ളൂ. അത് പഠിച്ചിട്ടാവും വന്നേക്കണേ, പോകത്തില്ല. നമുക്ക് പണിയുണ്ടെന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത് എന്നാന്നറിയാം, ഒന്ന് കണ്ടാൽ മതി, വാങ്ങണ്ടെന്ന് ആദ്യം പറയാം. പക്ഷെ കാണാൻ പോയാൽ വാങ്ങിപ്പോവും. അത് പഠിച്ചിട്ടാവും വന്നേക്കണേ. ഇതുപോലെ ദൈവമക്കളായ നമ്മൾ ധൈര്യത്തോടെ വീട് കയറി സുവിശേഷം പറയണം. ഇപ്പൊ സമയമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെക്കാൾ മിടുക്കന്മാരും മിടുക്കിമാരും ആയിരിക്കണം.
ഹല്ലേലൂയ. നമ്മൾ ഈ പ്രാർത്ഥിച്ച് അന്യഭാഷ പറയുന്നത് ചുമ്മാ ഡ്രമ്മ് തല്ലി പൊട്ടിക്കാനല്ല. ഹല്ലേലൂയ. പിന്നെയോ ഇവിടെ ഇരുന്ന് പ്രാപിക്കുന്ന ശക്തി കൊണ്ട് വേണം നാളെ സുവിശേഷം പറയാൻ. സ്തോത്രം. പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച് അന്യഭാഷ തെരുതെരെ പറഞ്ഞിട്ട് ഒരു പാപിയോട് പോലും ഒരു ദിവസം സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ ജീവിതം നഷ്ടമാണ്. എന്നെക്കുറിച്ച് പറഞ്ഞ ദൈവനോട് ക്ഷമിക്കട്ടെ. ഇന്ന് ഞാൻ പോകുന്ന വഴിയിൽ ട്രാക്റ്റുകൾ കൊടുക്കും. ഹല്ലേലൂയ. ഒരു മനുഷ്യനെയും കാണിക്കാനല്ല. കാരണം യേശു അതിനു വേണ്ടി തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മളത് ചെയ്തേ പറ്റൂ. എല്ലാ ദൈവമക്കളും വീട്ടിൽ നിന്ന് പോകുമ്പോൾ കുറച്ച് സുവിശേഷ ലഘുലേഖം കൊണ്ടുപോകണം. ആ ലഘുലേഖ വായിച്ചു നോക്കിയിട്ട് അതിനകത്ത് സുവിശേഷം ഉണ്ടോ എന്ന് നോക്കണം. ചില ലഘുലേഖ സുവിശേഷമൊന്നും ഇല്ല, വെറും ചട്നിയാ, സാമ്പാറല്ല. സാമ്പാറിൽ കഷ്ണമുണ്ട്, ചട്നിയിൽ ഒന്നുമില്ല. ചില ലഘുലേഖ ചട്നിയാ. അതിനകത്ത് യേശു പാപിയുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റെന്നോ, മനുഷ്യൻ പാപിയാണെന്നോ, വിശ്വാസത്താൽ പാപമോചനം രക്ഷ ലഭിക്കുമെന്നോ, രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണമെന്നോ അതിനകത്ത് ഇല്ലെങ്കിൽ അത് കൊടുക്കണ്ട. കൊടുത്തുകൊണ്ട് ഒരു കാര്യമില്ല. ഒന്ന്, മനുഷ്യൻ പാപിയാണെന്ന് അതിനകത്ത് കാണണം. രണ്ട്, യേശുക്രിസ്തു രക്ഷകനാണെന്ന് കാണണം. മൂന്ന്, വിശ്വാസത്തിൽ രക്ഷ കിട്ടുമെന്ന് കാണണം. നാല്, രക്ഷിക്കപ്പെട്ടവൻ സ്നാനപ്പെടണമെന്ന് കാണണം. ഇത്രയും കാര്യങ്ങൾ കുറഞ്ഞ പക്ഷം ഒരു ലഘുലേഖയിൽ ഉണ്ടായിരിക്കണം. അല്ലാത്ത സുവിശേഷ ട്രാക്റ്റേ അല്ല. അങ്ങനെ വായിച്ചു നോക്കിയിട്ട് ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ട്രാക്റ്റ് അടിക്കാൻ കഴിയത്തില്ല. പേന കൊണ്ട് അതിനകത്ത് കർത്താവായ യേശു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും, വിശ്വസിക്കുക സ്നാനമേൽക്ക് ചെന്ന് രക്ഷിക്കപ്പെടുമെന്ന് അകത്തും പുറത്തും രണ്ട് വാക്യങ്ങൾ പേന കൊണ്ട് നമ്മൾ എഴുതിയിട്ട് കൊടുക്കണം. സന്തോഷമുള്ളവർ മാത്രം ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതിനായി ആത്മനിർഭർ പ്രാപിക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കയില്ലെന്ന് കർത്താവ് പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഈ ദൈവസഭ ഒരു യുദ്ധഭൂമിയിൽ നിൽക്കുകയാണ്. സ്തോത്രം. ആരോടാ നമുക്ക് യുദ്ധം? സാത്താനോട്, സൈന്യത്തോടും ആ യുദ്ധം. IPCയിലെ പാസ്റ്റർക്ക് ഷാരോനിലെ പാസ്റ്ററോടല്ല യുദ്ധം. ഭാര്യയ്ക്ക് ഭർത്താവിനോടോ അല്ലെങ്കിൽ അമ്മാവിയമ്മയോടോ അല്ല യുദ്ധം. യുദ്ധം സാത്താനോട്, സൈന്യത്തോടുമാണ്. ചിലർ യുദ്ധം ചെയ്യാൻ പോയിട്ട് തമ്മിലടിച്ച് ചത്തിട്ടുണ്ട്. കാരണം ശത്രു ആരാണെന്ന് മനസ്സിലായില്ല. കൂട്ടുകാരനാ ശത്രു എന്ന് വെച്ച പെടലിക്ക് ഒന്ന് കൊടുത്തു, അവൻ ചത്തു. അവൻ്റെ കൂട്ടുകാരൻ ഇവനെ അടിച്ചു, ഇവനും ചത്തു. അങ്ങനെ നമ്മൾ തമ്മിലടിച്ച് ആകരുത്. നമ്മുടെ ശത്രു സാത്താനും സൈന്യവുമാണെന്ന് മനസ്സിലാക്കണം. അയൽവക്കക്കാരനല്ല ശത്രു, നമ്മെ തെറി വിളിക്കുന്നവനല്ല ശത്രു, നമ്മുടെ അതിരുമാന്തുന്നവനല്ല ശത്രു, നമ്മെ തല്ലുന്നവനല്ല ശത്രു. ശത്രു സാത്താനും സൈന്യവുമാണ്. പ്രാർത്ഥനാ മുറിയിലിരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ അവനിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തി അവന് വിട്ടുപോകുമ്പോൾ അവൻ പറയും നമ്മളാണ് ദൈവമക്കൾ, അവനും നമ്മുടെ ഭാഗത്തേക്ക് വരും. അത്രേ ഉള്ളൂ. ശത്രു ആരാണെന്ന് പറഞ്ഞാൽ യുദ്ധം പകുതി ജയിച്ചു എന്ന് ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട്. ശത്രു ആരാണെന്ന് മനസ്സിലാക്കണം. മാറ്റമില്ലാത്തതാണ് ദൈവത്തിൻ്റെ സഭ. ഇത്ര പേർക്ക് സന്തോഷമുണ്ട്. സഭ ഇന്ന് അതിൻ്റെ തേജസ്സേറിയ അനുഭവത്തിലേക്ക് വന്നിട്ടില്ല. സഭ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സഭയുടെ ഒരു ഭാഗം ആളുകൾ മരിച്ച് പർദീസായിൽ കർത്താവിൻ്റെ കരങ്ങൾ വിശ്രമിക്കുകയാണ്. ഒരു ഭാഗം ജനങ്ങൾ ഭൂമിയിൽ കഷ്ടപ്പെട്ട് കർത്താവിനെ കാണാൻ കാത്തിരിക്കുകയാണ്. ഇനിയും ആരോ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് സഭയോട് ചേരാനുണ്ടെന്നാണ് യേശു വരാത്തത്. ഇത് വലിയ ഒരു സ്ഥാപനമാണ്. ഇതിൻ്റെ അംഗസംഖ്യ പൂർത്തിയായാൽ കാഹളം കേൾക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത്, സ്തോത്രം, അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്ന നിലയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. നാം എല്ലാവരും എന്ന് പറയുന്നതിനാൽ കർത്താവിൻ്റെ വരവോടുകൂടെ സഭയുടെ അംഗസംഖ്യ പൂർണ്ണമാകും. ഇനി ആരോ വരാനുണ്ട്, അതാണ് കാഹളം കേൾക്കാത്ത. ആ വരാനുള്ളവർ വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർ കൂടെ വന്നാൽ നമുക്ക് ഇന്ന് രാത്രി വീട്ടിൽ പോകാം. എത്ര പേർക്ക് സന്തോഷമുണ്ട് വീട്ടിൽ പോകാൻ? ആ വീടൊന്നും മനസ്സിലാക്കിയ എന്ത് രസമാണെന്നറിയാവോ? സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ? ഈ വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിലായിട്ടത് എഴുതിയിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് വെച്ച് സ്വർഗത്തെക്കുറിച്ച് പഠിച്ചാൽ ഇന്ന് തന്നെ പോകണമെന്ന് തോന്നും. ആത്മഹത്യ നരകത്തിൽ പോകും. അതുകൊണ്ടാ ഇന്ന് തന്നെ പോകണമെന്ന് തോന്നും. എവിടെ പോകാൻ ആഗ്രഹമുണ്ട്? സ്വർഗത്തിൽ. ഉറക്കെ പറഞ്ഞാട്ടെ, എത്ര പേർക്ക് ആഗ്രഹമുണ്ട് സ്വർഗത്തിൽ പോകാൻ? അയ്യബാവോ പിടിച്ചോന്നും പറഞ്ഞൊന്നും മരിക്കരുത്. സന്തോഷത്തോടെ മരിക്കണം. സുബോധം ഉണ്ടെങ്കിൽ സന്തോഷത്തോടെ മരിക്കാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? മരണത്തെക്കുറിച്ച് പറയുന്നത് പലർക്കും ഇഷ്ടമല്ല. അതിൻ്റെ കാരണം പ്രത്യാശയില്ലാത്തതുകൊണ്ടാണ്. പ്രത്യാശയുള്ളവർ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്ന മരണത്തെക്കുറിച്ചും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചായിരിക്കും. പ്രത്യാശയില്ലാത്തവർ മരണത്തെക്കുറിച്ച് അവർക്ക് പേടിയാണ്. കർത്താവിൻ്റെ വരവെന്ന് പറയുന്നതും പേടിയാണ്. നമ്മൾ പെന്തക്കോസിലേക്ക് വന്നതേ കർത്താവിൻ്റെ അടുക്ക പോകാനാ, അല്ലേ? ഈ റോഡൊക്കെ വണ്ടി വളരെ സ്പീഡിൽ വിട്ടു കഴിഞ്ഞാൽ ക്യാമറ വെച്ചിട്ടുണ്ട്. അവർ പിടിച്ചെടുത്ത് കടലാസ് വരും, പേപ്പർ വരും, വീട്ടിലേക്ക് പോയി പഴയടയ്ക്കേണ്ട വരും.
വലിയൊരു ക്യാമറ വെച്ചിരിക്കുക ഈ നാലുവരി പാതയിലൊക്കെ. അറിയാതെ പോയാൽ വിഷയാണ്. ദൈവം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മുകളിൽ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. ഇന്നത്തെ യോഗവും ദൈവം പിടിച്ചെടുത്തുകൊണ്ടിരിക്കുക. ചുമ്മാ ഇരിക്കുന്നവർക്കെല്ലാം ദൈവം അടി തരാൻ പോവുക. ഹല്ലേലൂയ. എല്ലാം പിടിച്ചെടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ വിചാരിക്കുന്നത് ആരും അറിയുന്നില്ല എന്നാ. യോഗത്തിൽ പ്രസംഗിച്ച് കഴിയുമ്പോഴത്തേനും എനിക്കൊന്ന് ഉറങ്ങാലോ. അങ്ങനെ ഇരിക്കുന്നവരെ എല്ലാം പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്വത്രം പറയുന്നവരെയും പിടിച്ചെടുക്കുക. അതുകൊണ്ട് കൂടുതൽ സ്വത്രം പറഞ്ഞവരെ സ്വർഗത്തിൽ അത് പ്രദർശിപ്പിക്കുമ്പോൾ അവരിരുന്ന് പ്രൈസലോട് പറയുന്നത് കാണാം. ആമേൻ. മൂന്നാമത് എന്തിനാണ് മാറ്റമില്ലാത്തത്? പെട്ടെന്നെടുത്തൊന്ന് വായിച്ചേ, വളരെ സ്പീഡിൽ പോകാം, സമയധികയില്ലല്ലോ. 2 തീമോത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ചേ. ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും. വിശുദ്ധ പൗലോസ് പറയുകയാണ്, ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തീയ ജീവിതം മധുരമാണെങ്കിലും മറുവശത്ത് കയ്പിൻ്റെ അനുഭവങ്ങളുണ്ട്. സുവിശേഷ വേല മധുരമാണെങ്കിലും മറുവശത്ത് കയ്പുണ്ട്. ശവാശത്തിലൂടെ മധുരമാണെങ്കിലും മറുവശത്ത് കയ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 30 ലക്ഷം ഇസ്രായേൽ മക്കളെയും കൊണ്ട് നടന്ന മോശയ്ക്ക് കനാനിൽ കയറാൻ പറ്റിയില്ല. അങ്ങനെയുള്ളവരായിരുന്നു കൂട്ടുകാര്. 30 പേരെ 3 കൊല്ലം കൊണ്ടുകിടക്കാൻ എന്താ ബുദ്ധിമുട്ടെന്ന് കൊണ്ടുകിടക്കുന്നവർക്കറിയാം. അങ്ങനെയെങ്കിൽ 30 ലക്ഷം പേരെ 40 കൊല്ലം മോശ എങ്ങനെ നടത്തി? ഒരിക്കൽ മോശ പറഞ്ഞു, എനിക്ക് ഇത് അതിഭാരമാണ്, ഞാൻ ഇവരെയെല്ലാം ഗർഭം ധരിച്ചുവോ? ഇതെനിക്ക് അതിഭാരമാണ്. ഇതേ വിചാരിച്ച് ദൈവമേ നീ എന്നെ കൊന്നുകളയണം, എനിക്കിത് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, നീ 70 മൂപ്പന്മാരെ തിരഞ്ഞെടുത്ത് കൊണ്ടുപോവാ, മിടുക്കന്മാരെ. എന്നിട്ട് കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ 2 പേര് തിരഞ്ഞെടുത്തിട്ട് അന്നത്തെ യോഗത്തിന് വന്നില്ല, വീട്ടിലിരുന്നു. എൽദാദും മേദാദും അല്ലേ, അവർ വീട്ടിലിരുന്നു. എന്നാൽ 68 പേര് വന്നപ്പോൾ മോശയുടെ പേരുള്ള ദൈവാത്മാവിനെ എടുത്തിട്ട് ഈ 68 പേരുടെ മേലങ്ങ് പകർന്നു. മാത്രമല്ല വീട്ടിൽ ഇരുന്നവർക്കും കൊടുത്തു ആത്മാവ്. ഹല്ലേലൂയ. ഈ 70 പേർക്കുള്ളതായ കൃപ മോശയ്ക്ക് ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. പരാതി പറയാൻ പോയതിനാൽ മോശയുടെ പ്രതിഫലം 70 പേര് കൊണ്ടുപോയി. നമുക്ക് കഴിയാത്ത ഒരു ശുശ്രൂഷ ദൈവം നമ്മുടെ മക്കൾ ഫലമേൽപ്പിക്കത്തില്ല. ദൈവം എവിടെയെങ്കിലും നമ്മെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കൃപ തന്നിട്ടാണ് ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. മുട്ടുകുത്തി പ്രാർത്ഥിച്ച് കൃപ ഒന്നുകൂടെ പ്രാപിച്ച് മുമ്പോട്ട് പോയാൽ മതി. കാര്യങ്ങളെല്ലാം ദൈവം ക്രമീകരിക്കും. ഏത് പ്രശ്നത്തിനും പരിഹാരം ദൈവത്തിന്റെ സന്നദ്ധിയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവത്തിന്റെ സന്നദ്ധിയിൽ പരിഹാരം വരാത്ത ഒരു പ്രശ്നവും ഇല്ല. ദൈവത്തിന്റെ അടുക്കൽ സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരു രോഗവുമില്ല. എത്ര വലിയ വിഷയമാണെങ്കിലും പ്രാർത്ഥനാ സ്ഥലത്ത് അതിന് വിടുതലുണ്ട്. അത്ര കഴിവുള്ളവനാണ് നമ്മുടെ യേശു. അവൻ ചോട്ടയല്ല, അവൻ ദൈവമാണ്. സാത്താന്റെ തലയെ ക്രൂശിൽ തകർത്ത് ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ ജീവോത്സവം കൊണ്ടാടിയ ദൈവപുത്രനാണ് നമ്മുടെ കർത്താവ്. അവൻ മരിച്ചവനാണെങ്കിലും അവന്റെ കല്ലറയിൽ അവനില്ല. കല്ലറയ്ക്ക് അവനെ ഒതുക്കുവാൻ കഴിവില്ല. 3-ാം നാളിൽ ഉയർത്തവനാണ്. ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടവനാണ്. സ്വർഗ്ഗേ കരേറിപ്പോയവനാണ്. പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്കൊരു പക്ഷപാതം ചെയ്യുന്നവനാണ്. നല്ല മഹാപുരോഹിതനാണ്. ശക്തനായ ഒരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. ഇതൊക്കെ ഈ സഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയാണ്, എങ്കിലും എന്ത് ചെയ്യുന്നില്ല? ഉറക്കെ പറ. ലജ്ജിക്കുന്നില്ല. നാണം എന്ന് പറയുന്നത് ദൈവമക്കൾക്ക് പാടില്ല. ഒരാൾ പറഞ്ഞത്, പാഷന്മാർക്ക് കണ്ടാമൃഗത്തിന് തൊലിക്കട്ടി വേണം, പാപം ചെയ്യാനല്ല, വിശുദ്ധിയോടെ ജീവിക്കാൻ. ഒട്ടകത്തിന്റെ മുട്ട് വേണം, തഴമ്പുള്ള മുട്ട്. പേപ്പട്ടിയുടെ സൗകര്യം വേണം. കാണുന്നതിനൊക്കെ പേപ്പട്ടി പിടിച്ച് കടിക്കും. കാണുന്നവരോടൊക്കെ സുവിശേഷം പറയണം. പ്രാവിന്റെ നിഷ്കളങ്കത വേണം. പ്രാവിന്റെ തൂവലിന്റെ അടിയിൽ കൂടി ഒരു ദ്രാവകം ഒഴുകി വരും. അത് പ്രാവ് ചുണ്ടുകൊണ്ട് കൊത്തിക്കളഞ്ഞ് അതിന്റെ ശരീരം വൃത്തിയാക്കും. അതുകൊണ്ടാണ് പ്രാവ് വൃത്തിയായിട്ടിരിക്കണേ. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. പ്രാവിന്റെ നിഷ്കളങ്കത, കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടി, ഒട്ടകത്തിന്റെ മുട്ട്, പേപ്പട്ടിയുടെ ശൗര്യം, കുരികിലിന്റെ ഭക്ഷണം. ജീവിക്കാൻ വേണ്ടി മാത്രമാണ് കുരികിൽ ഭക്ഷണം കഴിക്കണേ. ചില ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ജീവിക്കണേ. രാവിലെ അപ്പം,
5-6 കൂടെ ഇടാനാ പറയണം. രാവിലെ അപ്പവും അല്ലെങ്കിൽ നല്ല ശാപ്പാടൊക്കെ കഴിച്ചിട്ട് യോഗത്തിൽ വന്നിരുന്ന് ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. അകത്ത് കിടക്കുന്നത് അപ്പം പറയാം മിണ്ടരുത് മിണ്ടരുത്, ഞാനിവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, എന്നെ ഇവിടെ ശരിക്കും പൊടിച്ചോണ്ടിരിക്കുക. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഈ അപ്പം അകത്തിട്ടുകൊണ്ട് സ്വോത്രം പറഞ്ഞ് ശരിയാകത്തില്ല. വൈകുന്നേരം യോഗത്തിന് വരുമ്പോഴേ 3-4 പൊറോട്ടയും കഴിച്ച് 2 നേന്ത്രപ്പഴം മുഴുങ്ങി തിന്നിട്ട് ഇവിടെ രാത്രി യോഗത്തിന് വന്നിരുന്ന ആരാധിക്കാൻ പറ്റൂല. ആമേൻ. യോഗം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കൊരു ശാപ്പാട് ഉപവാസം ഇല്ലാത്തവർ, പിന്നെ രാത്രി യോഗം കഴിഞ്ഞൊരു ശാപ്പാട്, ഇടയ്ക്കുള്ളതങ്ങ് വിടണം. എന്തെങ്കിലും പകൽ യോഗത്തിലും രാത്രി യോഗത്തിലും ഒരു ഉണർവുണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ പാസ്റ്റർമാർ ഇവിടെ നിന്ന് എന്തെല്ലാം ചെയ്താലും അവർ അങ്ങ് ബുദ്ധിമുട്ടുമല്ലാതെ ഒരു കാര്യവും നടക്കാൻ പോണില്ല. ആമേ. ഞാൻ പറയുന്നത് മനസ്സിലാക്കിയല്ലോ. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയ്ക്കും വചനധ്യാനത്തിനും സുവിശേഷ വേലയ്ക്കും അതുപോലെ ഉണർവിനും തടസ്സമായിട്ടുള്ള ഭക്ഷണത്തെ എല്ലാം എടുത്ത് ദൂരെ കളയണം. സ്തോത്രം. ഇത് ബീഫും കഴിച്ച് പിന്നെ കോഴിയും കഴിച്ച് പിന്നെ നെയ്മീനും കഴിച്ച് പിന്നെ അതും കഴിച്ച് ഇതും കഴിച്ച് മറ്റതും കഴിച്ച് മറിച്ചതും കഴിച്ച് ഉള്ള നെയ്യെല്ലാം കയറി കൈയടിക്കാനും വയ്യ, ആത്മാവിലാകാനും വയ്യ. ഇസ്മായേൽ ഇസ്ഹാക്കിനെ ഇടിച്ചതുപോലെ ഈ ജഡം അകത്തെ മനുഷ്യനെ ഇടിക്കുക. ഇസ്മായേൽ അബ്രഹാമിൻ്റെ വീട്ടിൽ ജനിച്ച് 14 വയസ്സായപ്പോഴാണ് ഇസ്ഹാക്ക് ജനിക്കുന്നത്. ഇസ്ഹാക്കിന് പാലുകൂടി മാറിയ ദിവസമാണ് അബ്രഹാം വിരുന്ന് കഴിച്ചത്. അന്ന് 5 വയസ്സിലാണ് പാലുകൂടി മാറുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇസ്ഹാക്കിന് 5 വയസ്സുള്ളപ്പോൾ ഇദ്ദേഹത്തിന് 19 വയസ്സുണ്ട്. നിങ്ങൾ വിചാരിച്ചേ 3 വയസ്സുകാരൻ്റെ 14, 3, 17 വയസ്സുകാരൻ്റെ ഒരു ഇടി കൊടുത്ത് എങ്ങനെ ഇരിക്കും? ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്ന ഗലാത്യരോട് പൗലോസ് പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ പുറമേയുള്ള മനുഷ്യനാ. എൻ്റെ ഇസ്മായേലിന് 51 വയസ്സാ, ഇസ്ഹാക്കിന് 31 വയസ്സാ. ഇതുപോലെ നമ്മുടെ പുറമേയുള്ള മനുഷ്യനാണ് പ്രായം കൂടുതൽ ജഡത്തിന്. എന്നാൽ വീണ്ടും ജനത്താൽ ഉണ്ടായതിന് അത്രയും പ്രായമില്ല. അതുകൊണ്ട് ഇടിയോടിടിയ. ഹല്ലേലൂയ. ദാസിയെയും മകനെയും പൊറോട്ട കൊടുത്ത് പോറ്റുക എന്നല്ല ബൈബിളില്. ദാസിയെ മകനെ പുറത്താക്കിക്കളക. ഇസ്മായേലിനോട് പറയണം, ഞാൻ നിനക്ക് തീറ്റ തരുന്നില്ല, നിനക്ക് ഇടി കൂടലാ, നീ അവിടെ ഇരിക്കേ. ഈ ജഡമുണ്ടല്ലോ, ഇതിനൊരു പരിധി വിട്ട് പോഷിപ്പിച്ചാൽ കുതിര പോലെ അത് ചാടിക്കളയും. യോഗത്തിൽ ഇരുന്നുകൊണ്ട് എങ്ങോട്ടെല്ലാം ചാടുന്നത്? ഗൾഫ്, അമേരിക്ക, ഓസ്ട്രേലിയ, പിന്നെ വടക്കേ ഇന്ത്യ, പിന്നെ നമ്മുടെ വീട്, വെട്ടുന്ന റബ്ബർ, ജോലി ചെയ്യുന്ന ഓഫീസ്, ഇങ്ങോട്ടൊക്കെ ചാടിപ്പോകും മനസ്സ്. അതിനെ പിടിക്കണം, പിടിച്ചു കൊണ്ടുവന്ന് നിർത്തണം. ക്രൂശിങ്കൽ നിർത്തിയിട്ട് ഇരിക്കാൻ പറയണം അവിടെ മര്യാദയ്ക്ക്. അങ്ങനെ ഈ അകത്തെ മനുഷ്യനെ, അതാ പൗലോസ് പറയുന്നത്, ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരാത്തവനായി തീരാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ചടിമയാക്കുന്നു. കൈ കൊട്ടുമ്പോ ഇസ്മായേൽ പറയാ, എനിക്ക് മനസ്സില്ല, കൊട്ടടാ. മനസ്സില്ലെന്നോ? പിന്നെ നീ എന്തിനാ യോഗത്തിന് വന്നേ? കൊട്ടണം. അങ്ങനെ അകത്തെ മനുഷ്യൻ പുറത്തെ മനുഷ്യനെ ജയിക്കണം. ഈ പുറത്തെ മനുഷ്യനെ പുഴു തിന്നാനുള്ളതാ, അകത്തെ മനുഷ്യനാണ് കർത്താവിന്റെ മടിയിലേക്ക് പോകാനുള്ളത്. ഈ ഇസ്മായേൽ ശവക്കുഴി ഇരുന്ന് പുഴു തിന്നാനുള്ളതാ. വണ്ണം കൂടിയാൽ പുഴുവിന് തിരുവോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല. ഈ ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല. ഇത് ഇവിടെ കിടക്കേണ്ട സാധന. ഇതിനെ രൂപാന്തരപ്പെടുത്തിയിട്ടേ ദൈവം അക്കരയ്ക്ക് കൊണ്ടുപോകും. അക്ഷക്കരികം മാജുടകത്വം മകുതമാനകം ശത്രുരാലകം ജാതരാക്ഷ. ഹല്ലേലൂയ. രാവിലെ 5 മണിക്ക് അലാറം വെച്ചിട്ട് അലാറം അടിക്കുമ്പോൾ ജഡം പറയാണ്, ഒന്നുകൂടെ 1/2 മണിക്കൂർ കിടക്കാം, എടിക്കടാന്ന് പറയണം. എടിപ്പിക്കണം, എണിക്കണം. എണിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാവോ? പെട്ടെന്ന് മുഖം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകണം, കാൽപാദവും കഴുകണം. അപ്പൊ ഇസ്മായേൽ പറയും, ശപിക്കും നമ്മളെ ഇസ്മായേൽ. വേണം ഇസ്ഹാക്ക് ബലപ്പെട്ടിട്ട് കഴുകണം, കഴുകിട്ട് വന്നിരിക്കണം, എന്നിട്ട് പാടണം, സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോൻ. അപ്പൊ ഇസ്മായേൽ എഴുന്നേൽക്കണം, പാട്ട് നിർത്തണം, പോയിട്ട് പച്ചവെള്ളത്തിലൊക്കെ കുളിക്കണം.
നീ സൗന്ദര്യത്തിൽ പൂർണ്ണത പാടാൻ നേരത്ത് കണ്ണടച്ച് കാണിക്ക, എന്നെ കണ്ണടക്കൽ നിർത്താം. പച്ചവെള്ളത്തിലും കുളിക്കണം. അപ്പം ഇസ്മായേൽ ഒതുങ്ങും, ഇസ്ഹാക്ക് ഉണരും. എന്നിട്ട് ഇരുന്നിട്ട് പാടണം, സൗന്ദര്യത്തിൽ പൂർണ്ണതയാകുന്ന സിയോനിൽ പാടണം, കൈയടിച്ച് പാടണം. പ്രൈസ് ദി ലോർഡ്. മലയാളത്തിൽ പാടി മലയാളത്തിൽ നിർത്തിയാൽ നമ്മൾ ബ്രദറുകാരാ. മലയാളത്തിൽ പാടിയിട്ട് മറുഭാഷയെ പാടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ഈ ജഡത്തിന്മേൽ നമ്മൾ വിജയപേരിയെടുക്കണം. അതാണ് ഉപവാസം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ജഡത്തെ നമ്മൾ തോൽപ്പിക്കണം. അപ്പൊ ചോദിക്കും, പാസ്റ്ററെ ആരോഗ്യം വേണ്ടേ? ആരോഗ്യമൊക്കെ ദൈവം തരുന്നതാ. നല്ല ശാപ്പാട് കഴിച്ച ബാലന്മാരുടേതിനേക്കാൾ ശാഖപദാർത്ഥം കഴിച്ച ദാനിയേലിനും മീശായേലിനും അസരിയാവിനും ഹനനിയാവിനും അവരുടെ മുഖത്തായിരുന്നു കൂടുതൽ തേജസ്. ഹല്ലേലൂയ. രാജഭോജനം കഴിക്കുന്നവരുടേക്കാൾ ഇവരുടെ മുഖം തെളിഞ്ഞിരിക്കാൻ കാരണം എന്നാണെന്നറിയാമോ? ഇവർ പ്രാർത്ഥനക്കാരായിരുന്നു. ഈ പ്രാർത്ഥനയിലാ മുഖം തെളിയണേ. നമ്മൾ കഴിക്കുന്ന ആഹാരം ഈ ജഡത്തിനാ. ഹല്ലേലൂയ. എന്നാൽ ഈ ആത്മീക ആഹാരമാണ് ഇസ്ഹാക്കിനെ ബലപ്പെടുത്തുന്നേ. ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. എങ്കിലും ലജ്ജിക്കുന്നില്ല. എന്നിട്ട് പൗലോസ് പറയും, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, അവൻ എൻ്റെ ഉപനിധി. ആ ദിവസം വരെ കാപ്പാ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എന്താ പൗലോസിന്റെ ഉപനിധി? അവൻ എൻ്റെ ഉപനിധിയല്ല, യേശു അല്ല പൗലോസിന്റെ ഉപനിധി, അവൻ എൻ്റെ ഉപനിധി. നിർത്താൻ പാടില്ലാത്ത നിർത്തിക്കഴിഞ്ഞാൽ അർത്ഥം വ്യത്യാസം വരും. അവൻ എൻ്റെ ഉപനിധി എന്ന് വായിച്ചാൽ യേശു ഉപനിധിയാണെന്ന് വരും. അവൻ എന്ന് പറഞ്ഞിട്ട് നിർത്തണം. ഒന്ന് ശ്വാസം വിട്ടിട്ട് വായിക്കണം, എൻ്റെ ഉപനിധി. ഒരിക്കൽ ഒരാൾ വർത്തമാനപത്രം വായിച്ചു, പശുവെ കിളി പിടിച്ചു, പശു വെകിളി പിടിച്ചു എന്നാ. നിർത്താൻ പാടില്ലാത്തടത്ത് നിർത്തിയപ്പോൾ പശു വെകിളി പിടിച്ചു എന്നുള്ളത് പശുവെ കിളി പിടിച്ചു എന്നായിപ്പോയി. അവൻ എൻ്റെ ഉപനിധി എന്നല്ല, അവൻ എൻ്റെ ഉപനിധി. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എന്താണ് പൗലോസിന്റെ ഉപനിധി? പൗലോസിന്റെ ഉപനിധി പൗലോസിന്റെ സമ്പൂർണ്ണ ജീവിതമാണ്. അവൻ യേശുവിനെ കണ്ടെത്തിയപ്പോൾ അവനെ തന്നെ സമ്പൂർണ്ണമായി, അവനുള്ളതും അവരെയും സമ്പൂർണ്ണമായി കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തു. പൗലോസിനൊരു കാര്യം അറിയാം, യേശുവിന്റെ വരവ് വരെ, ഞാൻ മനോഹര തീരത്ത് അണയുന്നത് വരെ എന്നെ സൂക്ഷിപ്പാൻ യേശു ശക്തനാണ്. ഈ ബസ് ഡ്രൈവറുടെ സീറ്റിലേക്ക് കണ്ടക്ടറും കയറിയിരുന്നു. പിന്നെ കിളി എന്ന് പറയുന്ന ഒരാളുണ്ട്, ചവിട്ടുപടിയിൽ നിന്ന് പോകുന്നയാൾ, അദ്ദേഹം കയറിയിരുന്നു. എല്ലാ യാത്രക്കാരും പിടിയും വലിയും നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വയനാട് ചുരം കയറുമ്പോഴാണെങ്കിൽ ഡ്രൈവറും ചാവും, യാത്രക്കാരും ചാവും, എല്ലാവരും കൂടെ ചാവും. ഈ ഡ്രൈവറുടെ സീറ്റിൽ ഡ്രൈവറെ ഇരുത്തിയിട്ട് നമ്മൾ ഫ്രീ ആകണം. ഹല്ലേലൂയ. എല്ലാം അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുക. അദ്ദേഹമാണ് നമ്മെ വയനാടിന് സുൽത്താൻ ബത്തേരിക്ക് കൊണ്ടുപോകാൻ. ഹല്ലേലൂയ. അല്ലാതെ നമ്മളെല്ലാവരും കൂടെ കൂടി കയറി പിടിച്ച സംഗതി ശരിയാകത്തില്ല. യേശുവിൽ നാം ആയെങ്കിൽ നമുക്കുള്ളതും നമ്മെയും സമ്പൂർണ്ണമായി വിട്ടുകൊടുക്കാം. കർത്താവ് നടത്തട്ടെ, അവൻ ഒരു സ്ഥലത്തും കൊണ്ടൊന്നും തള്ളിയെടുത്തില്ല. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ആ ദിവസം വരെ സൂക്ഷിപ്പാൻ കർത്താവ് ശക്തനാണ്. ദൈവമക്കളെ, നമ്മൾ മാറ്റമില്ലാത്ത മാത്രമല്ല. എന്താണ് മാറ്റമില്ലാത്തത്? മർക്കോസ് 13:31 യേശു പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിന് മാറ്റമില്ല. മാറ്റമില്ലാത്ത പുസ്തകമാണ് ദൈവം നമ്മുടെ കൈകളിൽ തന്നിരിക്കുന്നത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര മനോഹരമായ പുസ്തകമാണ് ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. എത്ര പേർ ഇതിൽ സന്തോഷിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വേദപുസ്തകം വായിക്കുമ്പോൾ നാം 3 കാര്യങ്ങൾ ഓർക്കണം. ദൈവവചനത്തിന് മാറ്റമില്ലെങ്കിൽ, ഒന്നാമത് ദൈവവചനത്തിന്റെ ശക്തിക്ക് മാറ്റമില്ല. എബ്രായർ 4:12 ദൈവവചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വിടിവിക്കും വരെ തുളച്ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഇന്നത്തെ ഡോക്ടേഴ്സിന്റെ കയ്യിലിരിക്കുന്നതായ ഓപ്പറേഷൻ ചെയ്യുന്ന കത്തിയേക്കാൾ മൂർച്ചയേറിയതാണ് ദൈവത്തിന്റെ വചനം. ഈ വചനം കൊണ്ടാണ് ഒരു പാപി സുവിശേഷം കേൾക്കുമ്പോൾ അവന്റെ ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും തമ്മിൽ വേർപെടുത്തിയ ശേഷം വിശ്വാസത്താൽ ദൈവം ആത്മരക്ഷാദി നൽകുകയാണ്. വർത്തമാന കാലയളവിൽ ദേഹി രക്ഷ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ വരവെങ്കിൽ ദേഹരക്ഷ പ്രാപിക്കും. നമ്മുടെ ആത്മാവിനെയും
ദേഹിയെയും ദേഹത്തെയും തമ്മിൽ വേർപെടുത്താൻ കഴിയുന്ന ഈ വാളിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്തതാണ്. ഇതിൻ്റെ ശക്തിക്ക് മാറ്റമില്ല. ഇന്നും പാപിയെ രക്ഷിക്കാൻ വേദപുസ്തകത്തിന് ശക്തിയുണ്ട്. ഇന്നും രോഗിയെ സൗഖ്യമാക്കുവാൻ വചനത്തിന് ശക്തിയുണ്ട്. തൻ്റെ വചനങ്ങളെ അയച്ചാണ് അവൻ രോഗികളെ സൗഖ്യമാക്കുന്നത്. ഹല്ലേലൂയ! കൊലപാതകരെ മനുഷ്യ സ്നേഹികളാക്കുവാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനത്തെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ല. ഈ വചനത്താലാണ് യേശു സാത്താനെ ജയിച്ചത്. വചനം നമ്മൾ ഉരുവിടണം. ശത്രു നമ്മുടെ നേരെ എഴുതി വിടുന്നതായ ആയുധങ്ങൾക്ക് നേരെ വചനം ഉരുവിടും. ശത്രു പറയുകയാണ്, നീ സ്വർഗത്തിൽ പോകത്തില്ല. അപ്പം നമ്മൾ പറയണം, സ്വർഗത്തിൽ ഞാൻ പോകും. നിന്റെ ഈ രോഗം മാറത്തില്ല, ദൈവം എന്നെ സൗഖ്യമാക്കും. ഈ വർഷം നീ പാസ്സാകത്തില്ല, ഞാൻ ജയിക്കും. നിനക്ക് ജോലി കിട്ടത്തില്ല, നിനക്ക് ഉന്നതമായ ജോലി ലഭിക്കും. നിന്റെ കല്യാണം ഈ വർഷം എങ്ങനെ നടക്കത്തില്ല, ഈ വർഷം തന്നെ നടക്കും. പറയാവോ? അതിന് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം വേണ്ടേ? ചിലർക്ക് ഇങ്ങനെ കല്യാണം കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അവരുടെ ഇപ്പോഴൊന്നും വേണ്ടെന്നാ. കുഞ്ഞേ, നീ 10-15 വയസ്സായിട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ കൊച്ചിൻ്റെ കല്യാണത്തിൽ നീ വടികുത്തി പിടിച്ച് നടക്കേണ്ടി വരും. ഇതിനൊക്കെ ഒരു പ്രായമുണ്ട്. ആ പ്രായത്തിൽ നോക്കിക്കോണം, പ്രാർത്ഥിച്ചോളണം. മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളുടെ കല്യാണം നടക്കുന്നത് എന്ത് സന്തോഷമെന്നറിയാവോ? കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കാര്യം നടക്കുന്നില്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ കാര്യമാണ്. ദൈവം അതിനകത്ത് എന്തോ അനുഗ്രഹം വെച്ചിട്ടുണ്ട്. തക്ക സമയത്ത് ദൈവം എടുത്ത് തന്നോളും. ഹല്ലേലൂയ! രണ്ടാമത്, ഈ ദൈവവചനത്തിൻ്റെ ശക്തിക്ക് മാറ്റമില്ലെന്ന് മാത്രമല്ല, ഇതിലെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല. 2 കൊരിന്ത്യർ 1:20 നാം വായിക്കുന്നു, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. ഹല്ലേലൂയ! ഇതിൽ 3000-ൽ പരം വാഗ്ദത്തങ്ങളുണ്ട്. ഈ വാഗ്ദത്തങ്ങളെല്ലാം നമ്മുടെ അവകാശമാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? അതെ. ഈ വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഇതിലെ വാഗ്ദത്തങ്ങൾ കാണുമ്പോൾ ഉടനെ വിരൽ വെക്കണം ആ വാഗ്ദത്തത്തിൽ. എന്നിട്ട് പറയണം, കർത്താവേ, ഈ വാഗ്ദത്തം എനിക്കുള്ളതാണ്. ഈ വാഗ്ദത്തം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ, യേശുവിൻ്റെ നാമത്തിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെയുണ്ട്. ഹല്ലേലൂയ! ഹല്ലേലൂയ! ഈ വേദപുസ്തകത്തിലുണ്ട്, തന്നോട് യാചിക്കുന്നവർക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ലൂക്കോസ് 11:13 നീ വേദപുസ്തകം തുറന്ന് വിരൽ വെക്കണം. അതിന് നിന്റെ കയ്യിൽ വേദപുസ്തകം പോലും ഇല്ല. വേദപുസ്തകം തുറന്ന് വിരൽ വെക്കണം. വിരൽ വെച്ചിട്ട് യേശുവിനോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ! യാചിച്ചാൽ ലഭിക്കുമെന്നാണ് ഇവിടെ വാഗ്ദത്തം. എനിക്ക് അന്യഭാഷ തരണം, തന്നാ ഞാൻ പറയാം എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോൾ നീ ആത്മാവിലാകും. അവൻ നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. അതിൽ വിരൽ വെക്കണം. ഹല്ലേലൂയ! ഹല്ലേലൂയ! ഡോക്ടറുടെ അടുത്തേക്ക് പോയത് ഒറ്റയ്ക്ക. ഡോക്ടർ പരിശോധിച്ച് റിപ്പോർട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇറങ്ങിപ്പോന ഒരാൾ കയ്യെ പിടിക്കണം. അതാണ് ഡോക്ടറുടെ അടുക്ക പോയ ആൾ വരുന്ന കുഴപ്പം. പേടിച്ചു പോയി. പരിശോധന കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഹാർട്ടിന് അല്പം കുഴപ്പമുണ്ട്, വിശ്രമം ആവശ്യമാണ്, ഉറക്കെ സംസാരിക്കരുത്, കയറ്റം കയറരുത്. ഉറക്കെ സംസാരിക്കരുതെന്ന് പറഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 3 ഹല്ലേലൂയ ഉറക്കെ പറയണം. അപ്പൊ ഭാഷ മരിച്ചാലോ? മരിച്ച് ഞങ്ങൾ കുടിച്ചിട്ടോളാം, സ്വർഗത്തിൽ പോകാം. അല്ലാതെ ഡോക്ടർ മിണ്ടരുതെന്ന് പറഞ്ഞു ഉറക്കെ ഇങ്ങനെ ഇരുന്നാലും മരിക്കും. ഇങ്ങനെ ഇരുന്നാലേ പെട്ടെന്ന് മരിക്കുക. ഉറക്ക സ്തുതിച്ചാൽ രക്തം നന്നായിട്ടൊന്ന് പാസ് ചെയ്യും. ഹല്ലേലൂയ! എവിടെയെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ആ തടസ്സം ദൈവം മാറ്റിത്തരും. ദൈവത്തിൻ്റെ ശസ്ത്രക്രിയയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നവരും മരിക്കും. ഉള്ള കാലത്തോളം ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തെ സ്തുതിച്ച് മരിക്കാമെന്ന് നമുക്ക്. ഹല്ലേലൂയ! ഇതിലെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല. മാത്രമല്ല, ഈ വേദപുസ്തകം വായിക്കുമ്പോൾ ഓർത്തോളണം, മത്തായി 5:18 കർത്താവ് പറയുന്നുണ്ട്, ഹല്ലേലൂയ, ഇതിലെഴുതിയിരിക്കുന്നത് ഒക്കെയും നിറവേറും. ഇതൊരു പ്രവചന പുസ്തകമാണ്. ഇതിലെ പ്രവചനങ്ങൾക്ക് മാറ്റമില്ല. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിന് വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറ്റമില്ല. സ്തോത്രം! ഇതിലെഴുതിയിരിക്കുന്ന പ്രവചനങ്ങൾ ഇന്നു വരെയുള്ളത് നിറവേറിയെങ്കിൽ നാളത്തെ പ്രവചനം നിറവേറും.
ഇനി ആദ്യം നിറവേറേണ്ട പ്രവചനം എന്താണ്? കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, ദൈവമക്കളായ നാം കണ്ണിമയ്ക്കുന്നിടയിൽ പെട്ടെന്ന് രൂപാന്തരപ്പെടും, ദൈവസഭ ഇവിടുന്ന് ഉൽപ്രാവണം ചെയ്യും, യേശു മേഘത്തിൽ വന്ന് തന്റെ കാന്തയെ ചേർക്കും, നാം ആകാശമണ്ഡലം താണ്ടി ഹല്ലേലൂയ നമ്മൾ പ്രിയം വെച്ച നാട്ടിലേക്ക് പറന്നു പോകും. അതാണ് ഇനി നിറവേറേണ്ട ഏറ്റവും വലിയ പ്രവചനം. അതിനുവേണ്ടി എല്ലാം നിറവേറിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? മാറ്റമില്ലാത്ത ഈ പുസ്തകം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലുള്ള ഒരാൾ വിദേശത്ത് പോകാൻ ഒരുങ്ങിയിട്ട് എല്ലാം ക്രമീകരിച്ചുകൊണ്ടിരിക്കുക. സൂട്ട് കേസ് കൊണ്ടുപോകാനുള്ളതായ ബോക്സ് എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇദ്ദേഹത്തെ ഒരുക്കാൻ വേണ്ടി ചിലർ വന്നിട്ടുണ്ട്. വിദേശത്തേക്ക് പോകില്ല, അപ്പോൾ ഒരുക്കാൻ വന്നിരിക്കുക. അങ്ങനെ എല്ലാം ഒരുക്കി ശരിക്കും പ്ലാസ്റ്റിക് കയറൊക്കെ ഇട്ടിട്ട് കെട്ടി പേരൊക്കെ എഴുതി ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ എല്ലാം ഒരുക്കി വെച്ചു. നീ ഒരുക്കിക്കൊണ്ടിരിക്കുക. വലിയൊരു ബോക്സ് ഉണ്ട്, അത് ഒരുക്കിക്കൊണ്ട് അതിനകത്ത് സാധനങ്ങളൊക്കെ അടുക്കി കഴിഞ്ഞ് കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ ഒരുക്കാൻ വന്ന ആൾ ചോദിച്ചു, ഇനി എന്തൊക്കെയാ നിനക്ക് കൊണ്ടുപോകാനുള്ളത് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇനി കൊണ്ടുപോകാൻ പല സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചു. എനിക്ക് കുടിക്കാനുള്ള വെള്ളം വയ്ക്കണം, യാത്രയിൽ ഞാൻ കുടിക്കാൻ വേണ്ടി പാല് കൊണ്ടുപോകുന്നുണ്ട്, അത് വയ്ക്കണം, പിന്നെ എനിക്ക് വിദേശത്ത് ചെല്ലുമ്പോൾ തേൻ ആവശ്യമാണ്, തേൻ വെക്കണം, പിന്നെ എനിക്ക് ഒരു ചുറ്റികയുണ്ട്, എൻ്റെ ചുറ്റിക വെക്കണം. ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇതൊന്നും വയ്ക്കാനൊന്നും ഇതിനകത്ത് സ്ഥലമില്ലാന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാം ഉള്ളതാ ഇത്, ഈ പറഞ്ഞതെല്ലാം ഉള്ളതാ ഇത്. അപ്പോഴാണ് മറ്റേ ആൾക്ക് കാര്യം മനസ്സിലായേ. ഇത് വെക്കാനുള്ള സ്ഥലം പ്രത്യേകം മാറ്റിയേക്കണം. നമ്മൾ പോകുന്ന ഏത് സ്ഥലത്ത് ഇത് കൊണ്ടുപോയാലും ഇത് നമ്മെ ഉയർത്തും. ചില ഗൾഫിൽ പോയിട്ട് വട്ടം കറങ്ങി ഇങ്ങോട്ട് വരാൻ കാരണം എന്നറിയാവോ? അവിടെ അപായത്തിനും പോകില്ല, ഇത് കൊണ്ടുപോയിട്ടുമില്ല, കൊണ്ടുപോയിട്ട് വായിക്കുകയില്ല. ഇതിൽ വെളിപ്പെട്ട് കിട്ടിയ ദൈവത്തെ സത്യസന്ധമായി സേവിച്ചാൽ വട്ടം കറങ്ങേണ്ട ഗതികേട് വരില്ല. ഈ പുസ്തകമാണ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചത്. വേദപുസ്തകം ഞങ്ങളുടെ വീട്ടിൽ വന്നതാണ് ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ കാരണം. നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ഒരാൾ ചോദിച്ചു. നസ്രയത്തിൽ നിന്ന് എല്ലാ നന്മയും വന്നേ. എത്ര പേർക്ക് പറയാൻ കഴിയും? ആ നസ്രയനായ യേശുവിൽ നിന്ന് വന്ന എല്ലാ നന്മകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വേദപുസ്തകം നമ്മൾ മാനിച്ചാൽ, ഈ പുസ്തകത്തെ നമ്മൾ ചുമന്നാൽ, ഇതിൽ വെളിപ്പെട്ട യേശുവിനെ നാം പ്രസംഗിച്ചാൽ, ഈ ദൈവത്തെ നാം സ്തോത്രം ചെയ്ത് ആരാധിക്കാൻ, ഈ ദൈവത്തിന് മുമ്പിൽ കൈകൊട്ടിയാൽ ഈ ദൈവം നമ്മെ മാനിക്കും. അവരെ തലമുറയെ ദൈവം മാനിക്കും. ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ച ദൈവദാസ തലമുറ ശപിക്കപ്പെടുകയില്ല. തലമുറയെ ദൈവം അനുഗ്രഹിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് തലമുറയെ അനുഗ്രഹിച്ച് ഈ തലമുറയുടെ പിതാവ് ദൈവത്തെയാണ് സേവിച്ചതെന്ന് ദൈവം ലോകത്തിൽ വെളിപ്പെടുത്തും. അതിന് യാതൊരു സംശയവുമില്ല. ദൈവമക്കളുടെ ചിലരുടെയൊക്കെ വിഷയങ്ങൾ നടക്കാതെ വരുമ്പോൾ ചിലർ പരിഹസിക്കും. എന്താ നടക്കാത്തത്, എന്താ അത് നടക്കാത്തത്, എന്താ ഇത് നടക്കാത്തത്, എന്താ മറ്റത് നടക്കാത്തത്, മറിച്ച് നടക്കാത്തത്, എന്തോ കുഴപ്പമുണ്ട്, അതാ നടക്കാത്തത്. അങ്ങനെയൊന്നും അല്ല, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ നടക്കാത്തത്? ദൈവം ദൈവമായതുകൊണ്ടാണ് നടക്കാത്തത്. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ നടന്ന് നമ്മളൊക്കെ ദൈവങ്ങളായി പോയേനെ. ഞാൻ പറയാം, കർത്താവേ ഈ രോഗിയെ എപ്പോൾ തന്നെ സൗഖ്യമാക്കണം, അപ്പോൾ തന്നെ സൗഖ്യമാക്കി, അപ്പോൾ ഞാൻ ദൈവമായി. കർത്താവേ ആൾക്ക് എപ്പോൾ തന്നെ ജോലി കൊടുക്കണം, അപ്പോൾ തന്നെ ഫോൺ വന്നു, ജോലി ശരിയായി. അപ്പോൾ ആരാ ദൈവം? ഇത് പേടിയാവുന്നുണ്ടോ? നമ്മൾ പറയുന്നതൊക്കെ നടന്നാൽ പിന്നെ നമ്മൾ ദൈവമായി പോയില്ലേ? നമ്മളാരും ദൈവങ്ങളല്ലാന്ന് തെളിയണം. നമ്മുടെ കർത്താവിൻ്റെ നാമത്തിന് മഹത്വം വരണമെങ്കിൽ നമ്മൾ പറയുന്നതല്ല അതുപോലെ നടക്കരുത്. ദൈവഹിതം മാത്രം നടക്കണം. എത്ര പേർ ആഗ്രഹിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ദൈവഹിതം നടക്കട്ടെ? അതെപ്പോഴും അനുഗ്രഹമായിരിക്കും. സാത്താൻ പറയും അനുഗ്രഹമല്ലെന്ന്. സാത്താൻ യേശുവിൻ്റെ നാമത്തിൽ
എൻ്റെ ദൈവം നടത്തുന്ന എല്ലാ വഴികളും എനിക്ക് ശോഭയാണ്. ഇന്ന് രാത്രി ദൈവഹിതത്തിനായി ഒന്ന് സമർപ്പിക്കാവോ? ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കുക. ദൈവം നമ്മെ പണിയട്ടെ, ദൈവം നമ്മെ ഉയർത്തട്ടെ, അവൻ നമ്മെ നടത്തട്ടെ, അവൻ്റെ ആലോചന നമുക്ക് നൽകട്ടെ, ഹൃദയത്തിൽ ഒരു സ്ഥിരത ഉണ്ടാകട്ടെ. ഈ ദൈവനാമത്തെ നമുക്ക് ഉയർത്താം. ഈ ദൈവം നമ്മെ മാനിക്കും. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. ദൈവത്തെ ആരും മാനിച്ചിട്ടുണ്ടോ? അവരെ എല്ലാം ദൈവം മാനിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയ ഭാഗ്യം ഈ കർത്താവിനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ കർത്താവിനെ കണ്ടെത്താൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ ഭാഗ്യം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സമയം പോയി എങ്കിലും തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കും അവർ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കും അവർ. ജീവനോടി ഭൂതലെ പാർക്കും ശുദ്ധർ രൂപാന്തരം പ്രാപിക്കുമാ നേരത്തിൽ. ജീവനോടി ഭൂതലെ പാർക്കും ശുദ്ധർ രൂപാന്തരം പ്രാപിക്കുമാ നേരത്തിൽ. ഗീതസ്വരത്തോടും മാർപ്പോടും കൂടെ ശക്തി ഉടാവനവാ ഹതല രഗദ 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 ദാ രഗദ രഗദ പീഡവരംതല വൽപവ വേദിക രംതല വൽപവവാദി ദാ രേദ 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 യേശ് ഉടാവാന വസ്താ വൽപ വൈഡാ രഗദ 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 ദാവാന സപ്താ വൽപ വൈഡാ രഗദം കടകൽ കടകം ജീവല വസ്തം വക്ഷകരന്തം അക്ഷമ്പത്തം വൽപ്പം വൈഡം ബാധിക്കടകം ദീവലവസ്തം വക്ഷേ വൽപ്പം വൈഡാരാധ താവാര സന്താ വൽപ വൈഡാരാധി രേധി രേധി താവത്ത വശാവൽപ വൈഡാരാധ രീതാരാധ താവാര ഹസ്തൽ കടക ധീരാവത്ത വത്ത വൽപ വൈഡവത്തി തവച്ച വത്ത വൽപ വൈഡവത്ത യേസ് 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 യശ് ഉഡാവന സംധര വൽപവാദര ഹതുര വല 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 യെസ് ഉടാവന ഹസ്തൽ കടകശൽ കടിത്തര വലവല ഉടവൽ പവദാന ഗസ്തി റംഷിൽ കടകദന ഹതല രഗദര വല ശബ്ദല വര സതല വൽപാവ ഭാവവ ഓ ശാവര വൽപവാദര ഹതുരി രാദിരാവന ഹസ്തം വശം ಲಗಜಗಡಗದಿ ಭಾರಗಚ್ಚುಡ ಹಂಬ ರಾಕ್ಷನ ಮಾಸಿ ಅಗುತ್ತರಲ್ಲಿ ಗಟ್ಟ ವರಾಚುತ್ತ ವಗಾದರ ಮಾಟುವಾನಗ ದಿಕ್ಕೆ ಸಂದ ಕೆರಗೆ ಚ ಕೆಟ್ಟ ಪರಿಗಲ ಮಚ್ಚ ಮಗುದ ಚಾನಂ ಜಿತ್ತ ಕ ಡಮನಗ ದಗುಲಗ ಧತ್ತರ ಹತ್ತರ 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 ಅಕ್ಷರ ಖಂಡ ಜೋಡಬ ರಾದಂ ಸಂದುರ ಗೇರಂ ಯಗುದ ಕಚ್ಚಂ ಜೋಡಿಮನಾದಂ ಹರಮನ್ ಲಗಜಂ ದಗರಂ ಶಕ್ತಂ ಮಗುದಂ ಮಾನಂ ಮೆಚ್ಚಂ ಮೇಡಂ ಮೆಟ್ಟ ಕಾರಂ ಕದ ಗೇರಗ ಜಿತ್ತರ ಖಂದರ ಮೆಲ್ಲಗ ಜೀದರ ಕ ಟಗನಂ ಠಾನಗ ಜಿತ್ತರ ಖಂದರ ಲಂಗಜ ಬೆಚ್ಚ ಕಾಡ ಕ ಡಾಲ ಜೀದ ರಂಬಶ್ ಜೋಡಗ ರಾದರ ಹತ್ತರ ಲಗಜಗ ದಗುಲಗ ಜಂದರ ಖಂದರ ಗಟ್ಟರ ಚ ಪಾಡಗ ರತ್ತರ ಗಟ್ಟರ ಬೆಡಗದ ಭಾರಗ ಜೀದರ ಕ ರಂಗ ಠಾನ ದಿಕ್ಕ ಕ ಮೇಘ ಮಾಗ ಮಾಗ ದಾರ ಛಂದ ರಂಗ ಓ ಲಂಗ ಠೇನಂ ದಿಕ್ಕ ನಾಗ ಮಗುದ ವಠ ವಾರ ಛಾದ ಕ ಡಾಲ ಧೀರ ಛಾದ ಹಂದ ರಾಜ ದಗರ ಠಾರ ಓ ಲಿಂಗ ಠಾನಂ ದಿಕ್ಕ ರಗದ ಛಾದ ಛಾದ ಘಟ್ಟ ഹല്ലേലൂയ. ഏതെങ്കിലും പ്രത്യേകമായ പ്രാർത്ഥനാ വിഷയമുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഉയർത്തിപ്പിടിച്ചാട്ടെ. നല്ലവനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ഉയർത്തപ്പെട്ട കരങ്ങളെ കർത്താവ് അറിയുന്നു, ആവശ്യങ്ങൾ കർത്താവ് അറിയുന്നു. അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്ന കർത്താവേ, അവിടുത്തെ ദിവ്യ സാന്നിധ്യത്തിനായി സ്തോത്രം.
ഈ കരങ്ങളെ പിടിക്കണമേ. ഈ കയ്യിൽ ആവശ്യമായിരിക്കുന്ന അനുഗ്രഹം അവിടെ നൽകണമേ. ഏതാവശ്യവുമായിട്ട് കരമുയർത്തിയിരിക്കുന്നു, ആവശ്യം യേശുവിൻ്റെ നാമത്തിൽ സാധിക്കട്ടെ. കർത്താവേ, കരുണ തോന്നണമേ. രാത്രികാലം മനസ്സലിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ ലോകമായിൽ പട്ടുപോകരുത് കർത്താവേ. ശത്രു തുടരുത് കർത്താവേ, കാണരുത് കർത്താവേ. സമൃദ്ധിയായ കൃപ, സമൃദ്ധിയായ ദൈവശക്തി, സമൃദ്ധിയായ ദൈവജീവൻ നൽകി ജയകരമായി 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 മുമ്പോട്ട് പോകാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നൽകുവാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിന് വേണ്ടി വളർന്ന് ദൈവത്തിന് വേണ്ടി ശോഭിക്കുവാൻ ഇടയാക്കണമേ. ഈ സഭയെ അനുഗ്രഹിക്കണമേ. ഇവിടുത്തെ ദൈവദാസന്മാരെ കുടുംബങ്ങളായിട്ട് അനുഗ്രഹിക്കണമേ. വേലയെ മാനിക്കണമേ. ഈ തിരുവനന്തപുരത്തെ സന്ദർശിക്കണമേ. പുതിയ ആത്മാക്കൾ, പുതിയ കുടുംബങ്ങൾ ഉണ്ടാകുവാൻ ഇടയാക്കണമേ. പുതിയ വേലസ്ഥലങ്ങൾ ഉണ്ടാക്കുവാൻ ഇടയാക്കണമേ. ദൈവദാസന്മാർ മുമ്പോട്ട് ഇറങ്ങി വരുവാൻ ഇടയാക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ താങ്ങണമേ. ഒരു നാളിൽ നിന്റെ വേല ചെയ്തിട്ട് ക്ഷീണിതരായിരിക്കുന്നവരെ ദൈവം താങ്ങണമേ കർത്താവേ. ഉപവാസത്തോടെ ദൈവത്തെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തണമേ. സ്തോത്രം ചെയ്യുന്നു. എല്ലാറ്റിനായി നന്ദിയോടെ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ദിവസയുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് പകൽക്കാലം കടന്നു, ഇന്ന് പകൽക്കാലം രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട സുഷിത കർത്താവിൻ്റെ ദാസന ദിവസയുടെ വ്യക്തിയോളം നന്ദിയായിരിക്കും. നമ്മുടെ കണ്ണുകൾ നമുക്ക് ദിവസം ഉണ്ടെങ്കിൽ ഈ നല്ല രാത്രികാലവും കർത്തൃപാരപടത്തിലായിരിക്കാൻ കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. കർത്താവിൻ്റെ വിലയിരുപ്പത്തിന് കൂടെ കർത്താവ് നമ്മെ കേൾപ്പിച്ച എല്ലാ വചനങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രികാലം കർത്താവിലായിരിക്കാൻ, ആരാധിപ്പാൻ, കർത്താവിൻ്റെ സന്നിവിഷയങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തിയല്ലോ. മാറ്റമില്ലാത്ത ദൈവീയ സിംഹാസനത്തെക്കുറിച്ച്, ദൈവീയ അധികാരത്തെക്കുറിച്ച്, മാറ്റമില്ലാത്ത ദൈവസഭയെക്കുറിച്ച്, മാറ്റമില്ലാത്ത ദൈവവചനത്തെക്കുറിച്ച്, മാറ്റമില്ലാത്ത ദൈവ വാഗ്ദത്തങ്ങളെക്കുറിച്ചൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രികാലം തന്നെ വലിയൊരു ദാസർക്കൂടെ നമ്മെ ഓർപ്പാനിടയായല്ലോ. ദൈവത്തിൻ്റെ ആത്മാവ് പകർന്ന എല്ലാ ശബ്ദങ്ങൾക്കായും, എല്ലാ ആലോചനകൾക്കായും, എല്ലാ വിടുതലുകൾക്കായും നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ വലിയ ദാസനെ പിന്നെ കർത്താവ് സഹായിപ്പാൻ, അനേകർക്ക് അനുഗ്രഹമായി അനേകരെ തീർന്ന് വെള്ളത്തിൽ വലിച്ചെടുക്കുന്ന ശക്തിയുടെ സൂക്ഷയ്ക്കായി കർത്താവിൻ്റെ ദാസനെ പിന്നെയും അധികാരപ്പെടുത്തുന്നതിനായി നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസ്ഥലായി നല്ല പ്രിയപ്പെട്ടവർക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. പൂർണ്ണമായി വിശ്വസിക്കുന്ന, ഭാഗ്യമായി വിശ്വസിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെ കർത്താവ് ബലപ്പെടുത്തുവാൻ, ഈ ദിവസങ്ങൾ മീറ്റിംഗ് കടന്നു വരുന്ന പ്രിയപ്പെട്ട കർത്താവ് സൂക്ഷിപ്പാൻ, ദൈവസഭയെ കർത്താവ് അനുഗ്രഹിക്കുവാൻ, കർത്താവ് ആലയത്തെ വേലുകെട്ട് സൂക്ഷിക്കുവാൻ, ദൈവസാന്നിധ്യ ദൈവ സഹിതം ഓരോ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും കർത്താവ് കൽപ്പിക്കണനായി നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. നാം എല്ലാവരും ആത്മാവിശ്വാസത്തോടെ ദിവസമായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു ദാസൻ കെ ജോസ് സാറ് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ രാത്രിയിലെ മീറ്റിംഗ് അവസാനിപ്പിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ കൂടെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവി, അനുഗ്രഹിക്കപ്പെട്ട രാത്രിയായിട്ട് സ്തോത്രം. നിന്റെ മാറ്റമില്ലാത്ത വചനം ഹല്ലേലൂയ ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ സ്തോത്രം. ദൈവത്തിന് മാറ്റമില്ലാത്തതിനാൽ സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിന് മാറ്റമില്ലാത്തതിനാൽ സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയ്ക്ക് മാറ്റമില്ലാത്തതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ദൈവവചനത്തിന് മാറ്റമില്ലാത്തതിനാൽ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ഹല്ലേലൂയ ആത്മാവിനെയും പ്രാണനെയും സന്ധിമഞ്ചുകളെയും തുളച്ചേലുന്നതും ഹൃദയത്തിലെ ഭാവങ്ങളെയും ചിന്തകളെയും വിവേചിക്കുന്നതാകിയാൽ ജീവൻ്റെ വചനം ഇന്ന് ശക്തിയോടെ ഘോഷിപ്പാൻ ദാസനെ കരങ്ങളെടുത്തതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഈ ജീവൻ്റെ വചനം പ്രമാണിച്ച് ഹല്ലേലൂയ ഈ ഭൂമിയിൽ ജ്യോതിഷികളെ പോലെ പ്രകാശിപ്പാൻ ഓരോ പ്രിയപ്പെട്ടവർക്ക് ഇടയാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില പ്രിയപ്പെട്ടവരെ നീ അഭിഷേകം ചെയ്തതിനാൽ സ്തോത്രം. ആ അഭിഷേകത്തിൽ ജ്വലിച്ച് കത്തി നിൽക്കുവാൻ ഓരോ പ്രിയപ്പെട്ടവർക്ക് ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ബലപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ആ ബലത്തോടെ നിലനിർത്തണമേ. സൂക്ഷിപ്പാൻ ദാസനെ കരങ്ങളെടുത്തതിനാൽ സ്തോത്രം. അനേകായിരങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ പിന്നെയും കരങ്ങളെടുത്ത് മുറിച്ചുള്ള ആയുധങ്ങളാക്കി തീർക്കണമേ. അനേകരെ അഭിഷേകം ചെയ്യുവാൻ ദൈവത്തിൻ്റെ കൃപ ധാരാളമായി പകരണമെന്ന് പ്രാർത്ഥി. കേട്ട വചനം ഏവർക്കും ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവ് പ്രാർത്ഥനയിട്ടതിനാലേ സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സംബന്ധവും നാം ഓർത്ത് വാഴ്ച എല്ലാ വിഷയങ്ങളോടും പുലവങ്ങ എല്ലാ വിശുദ്ധന്മാരോടും ഉപവസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവേ വേഗം വരണമേ.